ശോകത്തു നിന്നാണ് ശ്ലോകം ഉണ്ടാവാന്ന് പറഞ്ഞ പോലെ നാരായണീയം ഉണ്ടാവാനും കാരണം ഒരു ശോകം തന്നെയാണ്. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിക്ക് വാതരോഗം വന്ന് ഗുരുനാഥൻ്റെ അസുഖം സ്വയം സ്വീകരിച്ചെടുത്ത്, വാതരോഗം സ്വീകരിച്ചെടുത്ത് എന്താ അതിന് പരിഹാരം എന്ന് കഷ്ടപ്പെട്ട് ഇരിക്കുന്ന സമയത്ത് മഹാത്മാക്കളുടെ ഉപദേശം ഉണ്ടായി. എന്താ ഉപദേശം കിട്ടിയത്? മത്സ്യം തൊട്ടുകൂട്ടുക എന്നൊക്കെ പറഞ്ഞാൽ മത്സ്യാവതാരം മുതലുള്ള ഭാഗവത കഥകളൊക്കെ വിസ്തരിച്ച്, മത്സ്യാവതാരം തുടങ്ങിയെന്ന് പറയാൻ പറ്റില്ല, ഭാഗവതത്തിൽ അങ്ങനെയല്ല, ഇവിടെ അങ്ങനെയല്ല. എന്നാലും അർത്ഥം ഇതാണ്, ഭാഗവതത്തിൻ്റെ ഒരു വ്യാഖ്യാനം അല്ലെങ്കിൽ ഒരു സ്തോത്രകാവ്യം രചിക്കൂ എന്നുള്ള നിർദ്ദേശം അനുസരിച്ച് ഭാഗവതത്തിനെ വ്യാഖ്യാനിക്കാൻ അല്ലെങ്കിൽ സ്തോത്രകാവ്യമായിട്ട് വ്യാഖ്യാനിക്കുക എന്ന് പറഞ്ഞാൽ ഉള്ളതിനേക്കാളും വലുതാക്കി അവതരിപ്പിക്കല വ്യാഖ്യാനം. വ്യാഖ്യാനം എന്ന് പറയാൻ പറ്റില്ല, ഇവരെന്താ അതിനെ ഒരു ആസ്വാദനം സ്തോത്രകാവ്യമായിട്ട് രചിച്ചു. അപ്പം നമുക്ക് ഉപകാരമായി. 35 മണിക്കൂർ വേണം ഭാഗവതം നന്നായിട്ട് വായിക്കാൻ പറ്റുന്നവർക്ക് വായിക്കാൻ. 35 മണിക്കൂർ വൃത്തിയായിട്ട് വായിക്കാൻ. അത് 5 മണിക്കൂർ വായിക്കാൻ പാകത്തിനാക്കി. അതാണ് നാരായണീയം. അപ്പോൾ അതിൻ്റെ ആ സാന്ദ്രമായ ഭാവം നാരായണത്തിൽ ആദ്യം തന്നെ വന്നു. എന്ത്? സാന്ദ്രാനന്ദാവബോധാത്മകം. അങ്ങനെയല്ല അതിൻ്റെ അർത്ഥം, എന്നാലും ആ സാന്ദ്രം എന്നുള്ള വാക്ക്, അതായത് ആ ഭാഗവതം അങ്ങനെ സാന്ദ്രമായി കഴിഞ്ഞപ്പോൾ എന്താ ഊറ്റി കുറുക്കിയാണ് വന്നപ്പോൾ എന്തായി? നാരായണീയായിട്ട് മാറി. അങ്ങനെ നാരായണീയം. ഒപ്പം തന്നെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, അദ്ദേഹം എഴുതിയ അദ്ദേഹത്തിൻ്റെ ആ കാലത്തുള്ള അദ്ദേഹത്തിൻ്റെ ഒരു അവസ്ഥ. ചുരുങ്ങിയത് 15 വയസ്സിനുള്ളിൽ അദ്ദേഹം സംസ്കൃത വ്യാകരണം ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സകല അന്നൊക്കെ 4 വയസ്സൊക്കെ ആകുമ്പോഴേക്കും എന്ത് പറയും, സിദ്ധരൂപം, ഉപനയനത്തിന് മുമ്പ് തന്നെ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവും സിദ്ധരൂപം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ. കാവ്യങ്ങളൊക്കെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. എഴുത്തിന് ഇരുത്തി കഴിഞ്ഞാൽ തന്നെ സിദ്ധരൂപവും കാവ്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ ഉപനയനം കഴിഞ്ഞ് വേദവിദ്യാഭ്യാസം ആകുമ്പോഴേക്കും ബാക്കിയുള്ളതൊക്കെ കാവ്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞു. സംസ്കൃത വേദം, ഋഗ്വേദാദി ഗ്രന്ഥങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞു. ഉപനിഷത്ത് പഠിച്ചു കഴിഞ്ഞു. ഇനി അദ്ദേഹം അന്ന് നിലവിലുള്ള ഒരു ഗ്രന്ഥവും പഠിക്കാൻ ബാക്കിയില്ല. എപ്പോൾ? 15 വയസ്സിൽ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ എത്രയോ ഗ്രന്ഥങ്ങളൊക്കെ എഴുതി യൗവനയുക്തനായിരിക്കുന്ന സമയത്താണ് വിവാഹം കഴിച്ച് ആ ഭാര്യയുടെ അച്ഛൻ തന്നെയാണ് ഗുരുനാഥൻ. അന്നത്തെ ചില ജീവിത രീതികളൊക്കെ ഇനി അത് പറയാതിരിക്കുകയാണ് നല്ലത്. നല്ലതും ചീത്തയും ഉണ്ടാവില്ല. നല്ല കാര്യങ്ങളപ്പോൾ പറഞ്ഞത്, ചീത്ത കാര്യങ്ങൾ ഒരു ഭാഗത്തുണ്ട്. അങ്ങനെ വിഷയലംബടനായിട്ട് തന്നെ അദ്ദേഹം ജീവിച്ചതെങ്കിലും ഭഗവാൻ ഓരോരുത്തർക്കും ഓരോന്ന് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത്ര വിഷയലംബടനായിട്ട് ജീവിച്ചത് കൊണ്ടാണ് ചില വാക്കുകൾ കുറുക്കിക്കൊള്ളുന്നതായിട്ട് മാറി. ആ ഗുരുനാഥൻ്റെ ഭാര്യയുടെ അച്ഛനാണ്, ഗുരുനാഥനാണ്. നാണമില്ലല്ലോ ഇത്ര വിഷയലംബടനായിട്ട് ജീവിക്കാൻ. കാരണം പ്രഭാതത്തിൽ ശിഷ്യന്മാരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാ സ്വന്തം മകളുടെ അടുത്ത് നിന്ന് എണീറ്റ് പോവുക. ഈ ബ്രാഹ്മണനായിട്ട് ജനിച്ച ആള്, ഭാര്യയുടെ അച്ഛൻ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണൻ കൂടിയല്ല, പിഷാരടിയാണ്. എന്നാൽ അങ്ങനെയുള്ള ഗൃഹത്തിൽ പോയിട്ട് ഇദ്ദേഹം ബ്രാഹ്മണനായിട്ട് ജനിച്ചിട്ട് പോലും എന്താ പറയുക, വിളിച്ച് പ്രഭാതമായിട്ടും എണീക്കാതെ ഇവിടെ വിദ്യാഭ്യാസം തുടങ്ങുന്ന സമയത്ത് ഇതാ കുളിക്കാൻ പോകുന്നേ ഉള്ളൂ, കഷ്ടം എന്നൊക്കെ ഒന്ന് പരിഹസിച്ചപ്പോൾ തന്നെ അത് ഗുരുനാഥൻ്റെ ആ വാക്കുകൾ, നോട്ടം പോലും, ആ ദേഷ്യം പോലും, പരിഹാസം പോലും ചിന്തിക്കാനുള്ള കഴിവും ക്രമേണ അദ്ദേഹത്തിൻ്റെ രോഗം പിടിച്ചു വാങ്ങി. അത്രയൊക്കെ സാധന അന്നത്തെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഇതായതാണ് പിടിച്ചോളൂ എന്ന് പറഞ്ഞ് കൊടുത്താൽ വാങ്ങാനുള്ള കഴിവുണ്ടായിരുന്നു, കൊടുക്കാനുള്ള കഴിവുണ്ടായിരുന്നു. കർമ്മവിപാകം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ദാനം ചെയ്തിട്ട് തൻ്റെ രോഗം പോലും മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള കഴിവ്, അല്ലെങ്കിൽ സ്വീകരിക്കാൻ തയ്യാറായാൽ അങ്ങനെയൊക്കെ സ്വീകരിച്ചിട്ടാണ് വാതരോഗവുമായിട്ട് വന്നിരുന്ന അദ്ദേഹത്തിനെ ഗുരുവായൂരപ്പനെ ഉപാസിച്ചുകൊണ്ട് കഷ്ടിച്ച് 100 ദിവസങ്ങളിലൂടെ ദശകങ്ങളായിട്ട് 100 ദശകങ്ങളായിട്ട് ഭാഗവതം ചുരുക്കി അവതരിപ്പിക്കുന്നു. ഭാഗവത സപ്താഹ രംഗത്താണെങ്കിൽ കാലത്ത് മുതൽ വൈകുന്നേരം വരെ വായിച്ചാൽ കഴിയുന്നതാണ് വരാഹാവതാരം. ഇന്നിപ്പോൾ അത് വായിച്ചു കഴിഞ്ഞു. ഇത്രയും എളുപ്പത്തിൽ നമുക്ക്
എന്നാൽ അത് ഒന്നുകൂടി അറിഞ്ഞ് വായിക്കുകയാണെങ്കിൽ നമുക്ക് പ്രഭാഷണം പോലും വേണ്ട, അത് വായിക്കുമ്പോൾ അതങ്ങനെ രസിക്കാൻ പറ്റും. അറിഞ്ഞ് ആ വാക്കുകളുടെ അർത്ഥം പഠിച്ചത് വായിക്കുകയാണെങ്കിൽ എത്ര എളുപ്പമുണ്ട്, ഉൾക്കൊള്ളാൻ എളുപ്പമുണ്ട്. അത്രയും നമുക്ക് വേണമെങ്കിൽ എളുപ്പത്തിലാക്കാൻ വേണ്ടിയിട്ടാണ് ആചാര്യന്മാർ അല്ലെങ്കിൽ ഭഗവാന്റെ അവതാരം തന്നെയായിട്ടുള്ള മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി ഇങ്ങനെയൊക്കെ അവതരിപ്പിച്ചിരിക്കുന്നത്. സ്തോത്രകാവ്യമായി കഴിഞ്ഞപ്പോൾ ഒരു ഗുണം കൂടിയുണ്ട്. അതെന്താ? എല്ലാ തരത്തിലുള്ള ദുഃഖങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ, പ്രാർത്ഥന കൂടിയുണ്ട് ഇവിടെ. നാരായണീയം വായിച്ചു കഴിഞ്ഞാൽ ഗുരുവായൂരപ്പനുള്ള നമസ്കാരം കൂടി വരും. ഓരോ ദശകം വായിക്കുമ്പോൾ മിക്കവാറും ദശകങ്ങളിലെ രോഗങ്ങൾ മാറ്റണേ എന്നുള്ള പ്രാർത്ഥനയുണ്ട്. വളരെ ചുരുക്കം ദശകങ്ങളിൽ മാത്രമേ അത് ഒഴിവാക്കിയിട്ടുള്ളൂ. ലോകത്തിന് ആപത്ത് ഒക്കെ ഒഴിവായി തീരണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വപീഡാപഹത്യൈ, വിശ്വപീഡയെ, ലോകത്തിൻ്റെ ദുഃഖങ്ങളെ മുഴുവൻ തീർക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ രോഗങ്ങൾ ഇല്ലാതെയാവണമെന്ന് മാത്രമല്ല, അതും ആയിക്കോട്ടെ. വിശ്വപീഡാപഹത്യൈ, ലോകത്തിൻ്റെ എല്ലാ ദുഃഖങ്ങളും തീരണേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടാവട്ടെ ഈ യജ്ഞം. മറ്റ് നമ്മുടെ കഴിവനുസരിച്ച് എന്തെങ്കിലുമൊക്കെ അതിനു വേണ്ടിയിട്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യാം. ഒപ്പം തന്നെ വിശ്വപീഡാപഹത്യൈ, ഇത് പിതൃ രോഗങ്ങൾ മാറാൻ അല്ല, ആദ്യം തന്നെ പറഞ്ഞില്ലേ 3 കടപ്പാട് നമുക്ക് ഓരോരുത്തർക്കുണ്ട്. പിതൃകടം, ഋഷികടം, ദേവകടം ഒക്കെ തീരാൻ വേണ്ടിയിട്ട് ഒരു ഭാഗത്ത് തിലഹോമം ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പല രീതിയിൽ പൂജാദികളൊക്കെ ക്ഷേത്രത്തിൽ ലോകത്തിൻ്റെ ശ്രേയസ്സിന് വേണ്ടിയിട്ട് ഈ കർക്കടക വാവിനോടനുബന്ധിച്ച് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് നമുക്ക് പങ്കെടുക്കാം. ഒപ്പം തന്നെ നാരായണീയ പാരായണത്തിലൂടെ ദേവപ്രീതിയും ഋഷി പ്രീതിയും പിതൃതൃപ്തിയും ഒക്കെ നേടിയെടുക്കാവുന്നതാണ്. അതിൻ്റെ ഭാഗത്തിനാണ് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്. സാന്ദ്രാനന്ദാവബോധാത്മകം അനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം. 3 അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവദ്ഭാതി സാക്ഷാൽ ഗുരുപവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. ഇപ്പം ആരെ നമസ്കരിക്കുന്നത്? ഒരു തരത്തിൽ ജനങ്ങളുടെ ഭാഗ്യം എന്ന് പറഞ്ഞുകൊണ്ട് ഇതാ അദ്ദേഹം ഗുരുവായൂരിലെത്തി. ഗുരുവായൂരിൽ കുളിച്ച് ശുദ്ധമായി, ആ തീർത്ഥത്തിലൊക്കെ കുളിച്ച് ശുദ്ധമായി സന്ധ്യാവന്ദനാദികളൊക്കെ കഴിഞ്ഞ് ജപമൊക്കെ കഴിഞ്ഞ് ഇതാ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ വന്നിരുന്ന് ആ വാതിൽ മാടത്തിലെ ഒരു ഭാഗത്തിന് ഇരുന്ന്, എന്താ അവിടെ ഇരുന്നാലുള്ള ഗുണം? കയറി ചെന്ന ഉടനെ ഇടതുഭാഗത്തല്ലേ നാരായണീയൻ രചിച്ചതായിട്ട് ഇന്നും പോയി അവിടെ കാണാം. ഒരു എന്തോ ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട്, ഇവിടെയാണ് മേൽപ്പത്തൂർ നാരായണീയൻ രചിച്ചത് എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ ഇരുന്ന് ജപിച്ചു. അവിടെ ഇരുന്ന് ജപിച്ചാൽ ഗുണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, നോക്കിയാൽ ഗുരുവായൂരപ്പനെ കാണാം. എന്നാൽ തൊഴാൻ വരുന്നവരൊന്നും പെട്ടെന്ന് കാണൂല. വരുന്നവരൊക്കെ ഇങ്ങനെ തുറച്ചു നോക്കി, അസുഖമായിട്ടിരിക്കുന്ന ആളാന്ന്. ഇന്നത്തെ തിരക്കില്ലെങ്കിലും ഇന്നിപ്പോൾ ഒട്ടും കാണാൻ പറ്റില്ല. കാരണം തിരക്കിലിന് പോകുമ്പോൾ അങ്ങോട്ട് നോക്കാനും സമയം ഉണ്ടാവില്ല. പണ്ടങ്ങനെയല്ല, ഇത്രയും തിരക്കില്ലാത്ത കാലത്ത് എന്നാലും ആൾക്കാർ തൊഴാൻ വരുമ്പോൾ അങ്ങനെ നോക്കും, അസുഖമായിട്ടിരിക്കുന്ന ആളെ ഇങ്ങനെ നോക്കും. അപ്പം തന്നെ ഇങ്ങനെ ആൾക്കാർ നോക്കണ്ടെന്ന് വിചാരം കൂടിയുണ്ട്. അതുകൊണ്ടൊന്ന് ഒതുങ്ങി എന്നാൽ ഗുരുവായൂരപ്പനെ കൃത്യമായിട്ട് കാണാം. അങ്ങനെ ഗുരുവായൂരപ്പനെ നോക്കിയിരുന്നു കൊണ്ട് എത്ര നേരം അദ്ദേഹം ഈ ഗ്രന്ഥം രചിക്കാനായിട്ട് ഉപയോഗിച്ചു എന്നറിയില്ല. കാലത്ത് മുതൽ വൈകുന്നേരം വരെ ഇരുന്നോ എന്നറിയില്ല. കവി ആയതുകൊണ്ട് പെട്ടെന്ന് രചിക്കാനും കഴിഞ്ഞിട്ടുണ്ടാവാം. ചിലപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉപയോഗിച്ചിട്ടുണ്ടാവും. കാരണം ഗുരുവായൂരപ്പനെ തൊഴുതുകൊണ്ടിരിക്കുകയല്ലേ. കൂടുതൽ സമയം എടുത്തുകൊണ്ട് തന്നെ അദ്ദേഹം അത് നിർവഹിച്ചിട്ടുണ്ടാവാം. 2-3 പേരെ, 2-3 അല്ല, എത്രയോ അർത്ഥം, എത്രയോ വ്യാഖ്യാനങ്ങളൊക്കെ ഇതിനുണ്ടായിട്ടുണ്ട് നാരായണീയത്തിൽ. എന്നാലും പ്രധാനമായിട്ട് സാന്ദ്രാനന്ദ അവബോധാത്മകം, ഈ മുമ്പിൽ കാണുന്ന ഗുരുവായൂരപ്പനെ ആദ്യം സ്തുതിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഭാഗവതത്തെ സ്തുതിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ആ പരബ്രഹ്മത്തെ സ്തുതിക്കുന്നുണ്ട്. ഒപ്പം തന്നെ നാരായണീയത്തെ സ്തുതിക്കുന്നുണ്ട്. ഇനി എത്രയോ ആൾക്കാരെ സ്തുതിക്കുന്നുണ്ട്. ചുരുങ്ങിയത് 4 കാര്യം നമുക്ക് സൂചിപ്പിക്കാം. സാന്ദ്രാനന്ദ അവബോധാത്മകം. ഈ ഗുരുവായൂരപ്പൻ എങ്ങനെയുള്ള ആളാണ്? ബാക്കിയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ഗുരുവായൂരപ്പൻ്റെ സാന്നിധ്യമൊക്കെ ഉണ്ട്. എന്നാൽ ഓരോ നാട്ടിലും, ഇപ്പോൾ ഈ നാട്ടിൽ തിരുവമ്പാടി ഉണ്ണികൃഷ്ണന് മഹത്വം ഇല്ലാണ്ടാണോ? അല്ലൊന്നുമല്ല. ഇവിടെ ധാരാളം ആൾക്കാർ തൊഴാൻ വരുന്നുണ്ട്. ഇവിടെ മാത്രമാണോ? ഇവിടുന്ന് ആൾക്കാർ ഗുരുവായൂർക്കും പോകുന്നുണ്ട് ഇല്ലേ? ആലപ്പുഴയിൽ നിന്ന് മാത്രമല്ല, കൊല്ലത്തു നിന്നുള്ള ആൾക്കാർ ഗുരുവായൂർക്ക് പോകുന്നുണ്ട്.
ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന് അവിടുന്ന് ആൾക്കാർ ഗുരുവായൂർക്ക് പോകുന്നുണ്ട്. തൃശ്ശൂരിലെ തിരുവമ്പാടി ക്ഷേത്രമുണ്ട്, അതിൻ്റെ അടുത്തുനിന്ന് ആൾക്കാർ ഗുരുവായൂർക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ അടുത്തൊരു മഹത്വം ഉണ്ട്. അതുകൊണ്ടാണ് മേൽപ്പത്തൂര് തൻ്റെ നാട്ടിൽ നിന്ന് ഗുരുവായൂരിലേക്ക് അന്ന് എത്രയോ ദൂരം നടന്ന് എത്തിച്ചേർന്നത്. ഇന്നൊക്കെ ആണെങ്കിൽ ഇന്ന് കാലത്ത് 3 മണിക്കൂർ മതി നമുക്ക് ഗുരുവായൂർക്ക് എത്താൻ. അന്ന് ആ തിരൂർ ഭാഗത്തു നിന്ന് വരാൻ തന്നെ 2 ദിവസം എടുത്തിട്ടുണ്ടാവും. എത്ര ദിവസം എനിക്കറിയില്ല. എത്രയോ നേരം വേണം നടന്നെത്താൻ. അദ്ദേഹം അസുഖമുള്ള ആളായതുകൊണ്ട്, നടക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ആളായതുകൊണ്ട് എത്ര കഷ്ടപ്പെട്ടാണ് എത്തിയതെന്ന് അറിയില്ല. എന്തായാലും അങ്ങനെ എത്തിച്ചേർന്ന അദ്ദേഹം തൻ്റെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ശ്രീകോവിലിൽ ഇങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ഗുരുവായൂരപ്പൻ്റെ ഇന്നും നമുക്ക് അവിടെ പോയി കഴിഞ്ഞ ഒരു അനുഭവമുണ്ട്. കാര്യം അവിടെ പോയ മേൽശാന്തിമാർ പോലും പറയാറുണ്ട് ഇതൊന്നില്ലാത്ത ആനന്ദമാണെന്ന്. പക്ഷേ ബാക്കിയുള്ള ക്ഷേത്രത്തിൽ പോയിട്ട് വിഗ്രഹങ്ങളൊക്കെ വാകച്ചാർത്തോ അല്ലെങ്കിൽ എണ്ണാഭിഷേകം കഴിച്ച് വാകച്ചാർത്തോ ഒക്കെ നടത്തി വിഗ്രഹങ്ങളൊക്കെ നമ്മൾ കാലത്ത് ഇവിടുത്തെ വിഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ ശുദ്ധമാക്കുന്ന സമയത്ത്, ശുചീകരിക്കുന്ന സമയത്ത്, അഭിഷേകാദികളൊക്കെ ചെയ്യുന്ന സമയത്തുള്ള സുഖം ഗുരുവായൂരപ്പൻ്റെ അവിടെ പോയി ഉണ്ടാവില്ല. എന്തുകൊണ്ടാണ്? അനവധി പൊട്ടലൊക്കെ ഉണ്ട് ആ വിഗ്രഹത്തിൽ. അപ്പം അങ്ങനെ മറ്റുള്ള വെള്ളി കൊണ്ടും മറ്റുള്ള ലോഹം കൊണ്ടും ഒക്കെ അങ്ങനെ കെട്ടി തൊട്ട കൈ മുറിയും. അതുപോലെയാണ് അവിടുത്തെ വിഗ്രഹം. അത്രയും പഴക്കമുണ്ടെന്നാണ്. കാരണം സാക്ഷാൽ ഗുരുവായൂരപ്പൻ അഥവാ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ പൂജിച്ച് യാദവന്മാരുടെ യദുകുല വംശത്തിൻ്റെ ഉപാസനാമൂർത്തിയായിരുന്നു എന്നൊക്കെയാണ്. യാദവകുലം നശിച്ചപ്പോൾ ആ വിഗ്രഹം സമുദ്രത്തിൽ പോയി എന്നും പിന്നെ ഗുരുവും വായുവും ഒക്കെ കൂടി ഇവിടെ എത്തിച്ചു എന്നും ഇവിടെ പ്രതിഷ്ഠിച്ചു എന്നൊക്കെയാണ് സങ്കല്പം അഥവാ ഐതിഹ്യം. അങ്ങനെയാണ് നമ്മൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഗുരുവായൂരപ്പനാണ് മുമ്പിൽ തിളങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിന് പൊട്ടലുണ്ടോ അല്ലെങ്കിൽ കൈ തൊട്ടാൽ മുറിയോ എന്ന് മാത്രമല്ല, അവിടെ പൂജിക്കുന്ന മേശാന്തിമാർക്ക് തന്നെ എന്തെന്നില്ലാത്ത ആനന്ദാനുഭവം, തൊഴാൻ വരുന്നവർക്കും ദിവ്യമായ ആനന്ദാനുഭവം ഒക്കെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെ സാന്ദ്രാനന്ദ അവബോധാത്മകം, ദിവ്യമായ ഇടമുറിയാത്ത ആ ദിവ്യമായ ആനന്ദവും പരമജ്ഞാനവും ഉള്ള സ്വരൂപത്തോടു കൂടിയിട്ടുള്ള ഭഗവാൻ, അതാണ് ഇടമുറിയാത്ത ആനന്ദം. നമുക്കൊക്കെ ഇന്ന് ചെറുപ്പമൊക്കെ ആനന്ദം ഉണ്ടാവും, പക്ഷെ ഇത് ഇടമുറിയാത്ത, വരുന്നവർക്ക് മുഴുവൻ അങ്ങനെ ആനന്ദം വാരി വിതറുന്നതായിട്ടുള്ള ദിവ്യ ആനന്ദ സ്വരൂപനാണ് ആര്? ഗുരുവായൂരപ്പൻ. അനുപമിതം, ഇതുപോലെ വേറെ ഇല്ല. അതാണ്, ഒന്നിനോടും ഉപമിക്കാൻ കഴിയാത്ത ആനന്ദമൂർത്തിയാണ് ഗുരുവായൂരപ്പൻ. കാലദേശാവധിഭ്യാം നിർമുക്തം, കാലദേശാവധികൾക്ക് അപ്പുറത്തുള്ള ആളാണ് ഭഗവാൻ എന്ന്. കാലം, ഇനി ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഒരിക്കൽ ഒരു ചെറിയൊരു കലഹമുണ്ടായി. ഞാൻ തന്നെ കലഹിക്കാൻ പോകേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ അതെന്താ? ഒരു ക്ഷേത്രത്തിൽ പോയിട്ടേ എന്താ പറയുക, സപ്താഹത്തിന് പോയ സമയത്ത് ഗുരുവായൂരപ്പ, ഇവിടെയും പതിവുണ്ട്, കാലത്ത് തുടങ്ങുന്ന സമയത്ത് ശ്രീ ഗുരുവായൂരപ്പ ഉറക്കെ വിളിക്കും. ഇവിടെ നിന്ന് വിളിച്ച ഗുരുവായൂരപ്പ വിളി കേൾക്കൂ? ഇവിടെ വന്നു കഴിഞ്ഞാൽ തിരുവമ്പാടി കൃഷ്ണ എന്നല്ലേ വിളിക്കേണ്ടത്. തിരുവമ്പാടി കൃഷ്ണ എന്ന് വിളിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഗുരുവായൂരപ്പ എന്ന് വിളിച്ചാൽ തിരുവമ്പാടി കൃഷ്ണ അല്ല എന്നില്ല. ആ ഞാൻ വിളിക്കുന്ന ഗുരുവായൂരപ്പൻ തന്നെയാണ് ഇവിടെ തിരുവമ്പാടി കൃഷ്ണ എന്നിരിക്കുന്നത്. പക്ഷേ ഞാനിപ്പോൾ ഇത് പറയുന്ന സ്ഥലത്തുള്ള ആൾക്കാർ ആ തിരുവനന്തപുരം ജില്ലയിലാണ്, പ്രസിദ്ധമായ ക്ഷേത്രത്തിലാണ്. അവിടെ ഗുരുവായൂരപ്പ എന്ന് വിളിച്ചപ്പോൾ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അവർ വന്നിട്ട് പറഞ്ഞു പറ്റില്ല, മാറ്റി വിളിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കും പറ്റില്ല. അവർക്ക് ആകെ പിണക്കായി. അടിയുടെ അവിടെ 10-20 കൊല്ലം മുമ്പാണേ ഇങ്ങോട്ട് അടിക്കാൻ വന്നാൽ ഞാനും റെഡിയായിരുന്നു. എന്ത് അടി കൊള്ളാനാ? അന്നും അങ്ങനെ കാര്യമായിട്ട് പുറപ്പെട്ട അടികൊള്ളു തന്നെ ഉണ്ടാവുള്ളൂ, അത് വേറെ കാര്യം. എന്താ അപ്പൊ ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞാൽ ആരാ? കാലദേശാവധിഭ്യാം നിർമുക്തം. കാലദേശാവധിഭ്യാം നിർമുക്തം. ഇപ്പൊ അത് ഇന്ന ദേശത്തുനിന്നില്ലേ, എവിടെ ഇരുന്നും ആൾക്കാർ വിളിക്കുന്നു. അമേരിക്കയിൽ പോയിട്ട്
അമേരിക്കയിൽ ഇന്ന് അന്നത്തെ കാലത്ത് നിന്ന് ആലോചിക്കാൻ കഴിയാത്ത രീതിയിൽ ഗുരുവായൂരപ്പൻ്റെ അമ്പലമുണ്ട് അമേരിക്കയിൽ. മിക്കവാറും 2 മാസം കഴിഞ്ഞ് ഞാൻ അവിടെ ഒരു സപ്താഹം നടത്തും. കഴിഞ്ഞ വർഷം നടത്തിയിട്ടുണ്ട്, 2-3 കൊല്ലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പല ക്ഷേത്രങ്ങളിലും ഉണ്ട്. വേണ്ട, ഇപ്പോൾ കുറച്ചൊക്കെ കഴിഞ്ഞ ദിവസം യൂട്യൂബ് ചാനലിൽ കണ്ടു, ഭാരതത്തിൻ്റെ ഒരു 10 ശത്രു രാജ്യങ്ങളുണ്ട്. ഒന്നാണ് ഇപ്പോൾ പ്രധാനമായിട്ട്, ഒന്ന് ഏത് ഇപ്പോൾ അങ്ങനെ ശക്തമായിട്ടിരിക്കുകയാണ്. ആരാന്നറിയോ? നിങ്ങൾക്കൊന്നും അറിയണമെന്ന് തോന്നുന്നില്ല. കാനഡ. വലിയ പ്രശ്നമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സാധാരണ നാട്ടുകാരൊക്കെ അറിയണ്ടോയെന്നറിയില്ല. അവിടെയുണ്ട് ഗുരുവായൂരപ്പൻ്റെ അമ്പലം, വലിയ അമ്പലം. ഇവിടെ സപ്താഹം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം സപ്താഹം നടന്നു അവിടെ. അപ്പോൾ അതാണ്, എവിടെ ഇരുന്നും വിളിച്ചാലും വിളി കേൾക്കുന്ന ആളാണെന്ന്. കാലദേശാവധിഭ്യാം ഗുരുവായൂരപ്പൻ കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം. നിത്യമുക്തനാണ്. എല്ലാ തരത്തിലുള്ള എന്താ പറയുക, സുഖദുഃഖങ്ങളാകുന്ന ഈ സുഖം ദുഃഖമൊക്കെ ഉണ്ടാകുന്നത് മായ കൊണ്ടാണ്. മായാബാധ ഉണ്ടാകുമ്പോഴാണ് സുഖദുഃഖങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത്. അതിനപ്പുറത്താണ് നിത്യസൗഖ്യം എന്ന് പറയുന്നത്, നിത്യാനന്ദം. അപ്പം എല്ലാ തരത്തിലുള്ള ദ്വന്ദ്വങ്ങളിൽ അല്ലെങ്കിൽ മായാബന്ധവും ഇല്ലാത്തവനെയാണ് എന്ത് വിളിക്കുക? നിത്യമുക്തം എന്ന് വിളിക്കുന്നത്. ആ നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം. നിർഭാസ്യമാനം, പ്രകാശിക്കപ്പെടുന്നു. എങ്ങനെ? നിഗമശതസഹസ്രേണ, എത്രയോ ഉപനിഷത്തുകളിലൂടെ വേദാന്ത സാരങ്ങളിലൂടെ ഒക്കെ പ്രകാശിപ്പിക്കപ്പെടുന്നവനാണ്. ആ വേദാന്ത സാരങ്ങളിലൊക്കെ ഭഗവാന്റെ മഹത്വമാണ്, ഈ ഗുരുവായൂരപ്പൻ്റെ മഹത്വമാണ് സജ്ജനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അനേകം ശ്രുതിവാക്യങ്ങളാൽ ഏതൊരു ഭഗവാനെയാണോ വ്യക്തമാക്കുന്നത്. എന്നാൽ ഇങ്ങനെയൊക്കെ വേദാന്ത ശാസ്ത്രങ്ങളിലൊക്കെ പറഞ്ഞു എങ്കിലും അസ്പഷ്ടം, ഇന്ദ്രിയങ്ങൾക്ക് പിടികിട്ടാത്തതാ കാര്യം. ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ പോയിട്ട് ഇന്ദ്രിയങ്ങൾക്ക് പിടികിട്ടാത്തതാണ് എന്ന് പറയുന്നുണ്ട് ഉപനിഷത്തുകൾ തന്നെ. അതുകൊണ്ടാണ് പറയുന്നത് അവാങ് മനസ്സഗോചരം എന്ന്. വാക്കിനും മനസ്സിനും ഇന്ദ്രിയങ്ങൾക്കും പിടികിട്ടാത്ത പരമചൈതന്യമാണ്. അതാണ് പറയുന്നത് അസ്പഷ്ടം. ബുദ്ധിക്ക് ഇന്ദ്രിയങ്ങൾക്കൊന്നും പിടികിട്ടാത്ത, ഇന്ദ്രിയങ്ങളെയും ബുദ്ധിയെയും അതുപോലെ ഇന്ദ്രിയങ്ങളെയും ബുദ്ധിയെയും മനസ്സിനെയും പ്രകാശിപ്പിക്കുന്ന ആളാണ്. ഇതിന് പിടികിട്ടുന്നതല്ല. മനസ്സും ബുദ്ധി ഇന്ദ്രിയങ്ങളൊക്കെ കൂടിയിട്ട് പോയിത്രേ ഗുരുവായൂരപ്പനെ കാണാനായിട്ട്. അവസാനം അവരൊക്കെ കാണാൻ പറ്റാതെ തിരിച്ചു പോന്നു എന്നാണ് ഭാഗവതാദി ഗ്രന്ഥങ്ങളും നാരായണീയും ഒക്കെ പറയാം. അപ്പോൾ അങ്ങനെ എന്നാൽ ഇങ്ങനെയൊക്കെയാണ് എങ്കിലും, പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ഗുരുവായൂരപ്പനെ ഒരിക്കൽ കണ്ടാലോ? ദൃഷ്ടമാത്രേ പുനഃ, ഒരിക്കൽ കണ്ടാൽ തന്നെ ഒരു പുരുഷാർത്ഥാത്മകം, ഈ ഗുരുവായൂരപ്പനെ ഒരിക്കൽ തൊഴുതാൽ തന്നെ, ഒരു നോട്ടം കണ്ടാൽ തന്നെ അതൊരു വലിയ ആനന്ദത്തിന്, പുരുഷാർത്ഥ സാധ്യത്തിന് കാരണമായിത്തീരുന്നുവെങ്കിൽ ആ പരമതത്വം, തത് ബ്രഹ്മതത്വം, ആ പരമതത്വം തന്നെയാണ്, ബ്രഹ്മതത്വം തന്നെയാണ്, ആ പരബ്രഹ്മം തന്നെയാണ്, നിത്യമായ വസ്തു തന്നെയാണ് ഗുരുപവനപുരേ. ഈ ഗുരുപവനപുരത്തിൽ, ഈ ഗുരുവായൂരിൽ, ഈ ശ്രീകോവിലിൽ പ്രത്യക്ഷമായിട്ട് താവത് സാക്ഷാൽ ഭാതി ഹന്ത ഭാഗ്യം ജനാനാം, സാക്ഷാത്തായിട്ട് ഈ ശ്രീകോവിലിൽ വിളങ്ങിക്കൊണ്ടിരിക്കുന്നു. ഹന്ത ഭാഗ്യം ജനാനാം, ജനങ്ങളുടെ ഭാഗ്യം എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഇപ്പം ആരെയാ നമസ്കരിച്ചത്? ഗുരുവായൂരപ്പനെ. ഇതേ ശ്ലോകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പരബ്രഹ്മസ്വരൂപനായിട്ടുള്ള ഭഗവാനെ നമസ്കരിക്കാം. ഇന്ദ്രിയങ്ങളെയൊക്കെ നിയന്ത്രിച്ചുകൊണ്ട് ലോകത്തിന് മുഴുവൻ ആധാരമായിരിക്കുന്ന ചൈതന്യം, ആ പരമാത്മാവ്, ആ പരന്തത്വം, പരബ്രഹ്മം, ആ സാന്ദ്രാനന്ദാവബോധാത്മകമായിട്ടുള്ളതാണ് പരമതത്വം, ആ പരബ്രഹ്മം. ഒന്നിനോടും ഉപമിക്കാൻ കഴിയാത്ത, എച്ചിലാവാത്ത, നാവ് കൊണ്ട് പറയാൻ കഴിയാത്ത. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് അസ്പഷ്ടം, നാവ് കൊണ്ട് പറയാൻ കഴിയാത്ത. പരമഹംസ ഈശ്വരൻ ശ്രീരാമകൃഷ്ണ പരമഹംസർ പറയുന്നുണ്ട്, എച്ചിലാവാത്തൊരു വസ്തു ഉണ്ടെങ്കിൽ അത് ബ്രഹ്മമാണെന്ന്. എന്ന് പറഞ്ഞാൽ നാവ് കൊണ്ട് പറഞ്ഞ എച്ചിലായി,
നാവ് കൊണ്ട് എന്തെങ്കിലും തൊട്ടാൽ അപ്പോൾ അത് ഇച്ചിലാവും. അതുകൊണ്ടാണ് ഞങ്ങളുടെ ഒരു ഗുരുനാഥൻ പണ്ട് സ്വാമിജി, സുപ്രഭാനന്ദ സ്വാമിജി എന്ന് പറയും ശ്രീരാമകൃഷ്ണാശ്രമത്തിലെ, ആദ്യം ബസ്സിൽ കയറി കഴിഞ്ഞാൽ കണ്ടക്ടർ നാവുമ്മ തൊട്ടിട്ട് തന്നാൽ എനിക്ക് വേണ്ട, ഇച്ചിലായത് വേണ്ട പറയും. ഇച്ചിലായിട്ടിലേക്ക് വേണ്ട, നാവുമ്മ തൊട്ടാൽ ഇച്ചിലായി. നാവ് കൊണ്ട് നമ്മൾ എന്തെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഉടനെ കൈ കഴുകിയിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ. ഇപ്പം നാവുമ്മ തൊടാൻ പാടില്ല. അപ്പം നാവ് കൊണ്ട് ഇപ്പം സംസാരിക്കുമ്പോൾ നാവ് തൊടാത്ത വർത്തമാനമില്ല. അപ്പോൾ ഏത് വാക്കും ഇച്ചിലായി ഉണ്ടാവും. ഇച്ചിലാവാത്ത ഒരു വസ്തു ബ്രഹ്മം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ ആ പരബ്രഹ്മം തന്നെയാണ് ഇവിടെ ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞ പരബ്രഹ്മം തന്നെയാണെന്ന് മറ്റൊരു വ്യാഖ്യാനം. കാലദേശാവധിഭ്യാം നിർമുക്തം, കാലം ദേശം ഇതിനൊക്കെ അപ്പുറത്തുള്ള എല്ലാത്തിനെയും പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പരമചൈതന്യമാണ് നിത്യമുക്തമായത്. അതുപോലെ അനവധി വേദാന്ത ശാസ്ത്രങ്ങളിലൂടെയൊക്കെ പറയുന്നത് ബ്രഹ്മത്തെക്കുറിച്ചാണ്. ഉപനിഷത്ത് പറഞ്ഞ ബ്രഹ്മത്തെക്കുറിച്ചാണ് പറയുന്നത്. പിന്നെ അസ്പഷ്ടം, ഇന്ദ്രിയങ്ങൾക്ക് പിടികിട്ടാത്ത ആളാണ്, എന്നാൽ അനുഭവത്തിൽ ദൃഷ്ട മാത്രമേ അനുഭവത്തിൽ അത് അനുഭവിക്കാനുള്ളതാണ് അർത്ഥം. ആ പരമപുരുഷാർത്ഥം തന്നെയാണ്, മോക്ഷം തന്നെയാണ് ഈ പരബ്രഹ്മം എന്നർത്ഥം. ബ്രഹ്മതത്വം തത്താവത് ഭാതി, അത് ജനങ്ങളുടെ ഭാഗ്യം കൊണ്ട് അവിടെ പ്രകാശിക്കുന്നു. എവിടെ പ്രകാശിക്കുന്നു? ഈ ഗുരുഭവനപുരത്തിൽ പ്രകാശിക്കുന്നു. ഏത് ഗുരുഭവനപുരത്തിൽ? ശരീരമാകുന്ന, അങ്ങനെയാണല്ലോ വാതാലയം. ഈ കാറ്റിങ്ങനെ ഉള്ളതുകൊണ്ടാണല്ലോ ഈ കൊട്ടാരം ഇങ്ങനെ നിലനിൽക്കുന്നത്, ശരീരം ഇങ്ങനെ നിലനിൽക്കുന്നത്. കാറ്റ് പോയാൽ ആണോ? അപ്പോൾ ഇപ്പൊ ഭാഗ്യം കൊണ്ട്, നമ്മുടെ ഭാഗ്യം കൊണ്ട് എല്ലാവർക്കും ഇത് അറിയാൻ പറ്റുമോ? ഇതൊക്കെ ചിന്തിക്കുന്നവർക്ക്, ഭാഗ്യമുള്ളവർക്ക്, ഹന്ത ഭാഗ്യം ജനാനാം, ഭാഗ്യശാലികൾക്ക് ഇതാ ഹൃദയത്തിൽ കാണാറാവുന്നു. ആ പരമചൈതന്യം തന്നെയാണ് ജീവാത്മഭാവത്തിൽ ഹൃദയത്തിൽ വിളങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഹന്ത ഭാഗ്യം ജനാനാം. ഈശ്വരൻ ഒന്നേ ഉള്ളൂ. ജീവോ ബ്രഹ്മ ഇവ നാപര. ജീവാത്മാവെന്നോ പരമാത്മാവെന്നോ ഭേദം പോലുമില്ല. നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവാനെ നമസ്കരിക്കൽ കൂടിയാണ് ഇവിടെ സാധിക്കുന്നത്. അതുകൊണ്ട് കുറച്ചുകൂടി മധുരമുണ്ട്. മധുരമായിട്ടുള്ള ഭാവത്തിലാണ് മേൽപ്പത്തൂര് ഗുരുവായൂരപ്പനെ മുമ്പിലിരുത്തിക്കൊണ്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ അടുത്തിരിക്കുന്ന ഒരാളോട് സംസാരിക്കുന്ന പോലെയാണ് മേൽപ്പത്തൂര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഗുരുവായൂരപ്പ, ഈ ഗുരുവായൂരപ്പനെ പണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. ഈ ഗുരുവായൂരപ്പനാണ് പണ്ട് പരശുരാമനായിട്ട് വന്നത്, ഈ ഗുരുവായൂരപ്പനാ പണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനല്ലേ പണ്ട് എന്ന് പറഞ്ഞിട്ട് താനല്ലേ വന്ന് നമ്മൾ സുഹൃത്തുക്കളോട് പറയുന്ന പോലെയാണ് ഇവിടെ ആരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഗുരുവായൂരപ്പനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഏറ്റവും അടുത്തുള്ള വസ്തു ആളാരാ? നമ്മുടെ ഏറ്റവും അടുത്തുള്ള വസ്തു അല്ലെങ്കിൽ വ്യക്തി ആരാണ്? തൊട്ടടുത്ത ആളുടെ പേര് പറയൂ. ഭഗവാൻ എവിടെയാ? ഭഗവാൻ ശരിക്ക് ഹൃദയസ്ഥ, ശരിക്ക് ഹൃദയത്തിലാണ്. നമ്മുടെ അനുഭവം എന്താണ്? അതിദൂരസ്ഥ, ഹൃദയസ്ഥോപ്യതിദൂരസ്ഥ എന്നാണ്. അതുകൊണ്ടാ നമ്മളിപ്പോൾ ഗുരുവായൂർ എവിടെയാ, ഏത് ഭാഗത്താ ഗുരുവായൂരപ്പൻ? ഇതേതാ ദിക്ക്? ഇവിടെ അല്ലേ? പടിഞ്ഞാറ്. അപ്പോൾ വടക്ക് അല്ലേ? ആ ഗുരുവായൂരപ്പൻ, എന്ന് പറഞ്ഞാൽ ഗുരുവായൂർ ആ ഭാഗത്തല്ലേ? ഗുരുവായൂരപ്പൻ എത്ര ദൂരം വേണം? 3 മണിക്കൂർ വേണം അവിടെ എത്താൻ. ശരിക്കും എവിടെയാ? ഏറ്റവും അടുത്തിരിക്കുന്ന വസ്തുവാണ്. ഹൃദയസ്ഥോപ്യതിദൂരസ്ഥ. അങ്ങനെയുള്ള ഭഗവാൻ ഹന്തഭാഗ്യം ജനാനാം, ജനങ്ങളുടെ ഭാഗ്യം. ഒരു വിഷമമില്ലേ ശരിക്കും ആലോചിച്ച് കഴിഞ്ഞാൽ. എവിടെയും പോകുമ്പോൾ ഒന്നും വേണ്ട, ഇരുന്ന് ഒന്നിങ്ങനെ സ്മരിക്കുമ്പോഴേക്കും ഹൃദയത്തിൽ നമ്മുടെ കൂടെ നമ്മളോട് ചേർന്ന് ആനന്ദമൂർത്തിയായ, കാരുണ്യമൂർത്തിയായിട്ടുള്ള, കരുണാവാരിധിയായിട്ടുള്ള ഗുരുവായൂരപ്പൻ നമ്മുടെ കൂടെ ഇരിക്കുന്നു. എന്നാൽ ഭാഗ്യമില്ലാത്തവർക്ക് എവിടെ നോക്കിയാലും കാണുന്നില്ല. അതാണ് കുഴപ്പം. അതാണ് ഹന്ത ഭാഗ്യം ജനാനാം എന്നൊക്കെ പറയാൻ കാരണം തോന്നുന്നു. അപ്പം എന്തായി? പരബ്രഹ്മത്തെ നമസ്കരിക്കുന്നു. ഒപ്പം തന്നെ ആദ്യം ഗുരുവായൂരപ്പനെ. സാധാരണക്കാർക്ക് വലിയ തത്വമൊന്നും ഒന്നും അറിയില്ല, എന്നാലും ഗുരുവായൂരാണ് ചെല്ലുമ്പോഴേക്കും അനുഭവമാണ് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം. പലർക്കും ഗുരുവായൂരിൽ അകത്തേക്ക് പോകണമെന്നും, ഞാനൊക്കെ അകത്തേക്കൊക്കെ പോയിട്ട് കഷ്ടങ്ങളായി. കാര്യം തൃശ്ശൂരൊക്കെ ആണെങ്കിലും എപ്പോഴും തിരക്കാ. എന്നാലും
അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പോകണമെന്ന് പോലും പണ്ടൊക്കെ ഞങ്ങളുടെ ഒരു ഗുരുനാഥനുണ്ട്. അദ്ദേഹം അവിടുന്ന് തൃശ്ശൂരിൽ നിന്ന് ഇങ്ങനെ ബസ്സൊക്കെ കയറി ഗുരുവായൂരിൽ പോവും, എന്നിട്ട് കുളത്തിലൊക്കെ കുളിക്കും. അതൊക്കെ കഴിഞ്ഞിട്ട് ആ കൊടിമരത്തിൻ്റെ അവിടെ പോയിട്ട് അവിടെ നിന്ന് പോലും ചിലപ്പോൾ കാണാനൊന്നും പറ്റുമെന്നില്ല, തൊഴാനൊന്നും പറ്റില്ല. അടുത്ത ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ച് കൊണ്ട് പോരും ചെയ്യും. പക്ഷെ അദ്ദേഹത്തിന് ഗുരുവായൂരപ്പനെ, നമ്മളൊക്കെ ഗുരുവായൂരപ്പനെ തൊഴിലിനേക്കാളിലും കൂടുതൽ ആനന്ദമത്തനായിട്ട് അദ്ദേഹം തിരിച്ചു പോരാറ്. തമാശയെ തോന്നും, ഒട്ടും തമാശയില്ല. അദ്ദേഹം വളരെ ആനന്ദമത്തനായിട്ട് നമ്മളെക്കാളും നന്നായിട്ട് ഗുരുവായൂരപ്പനെ ഹൃദയത്തിൽ വാരിയെടുത്തിട്ടാ പോരാറെന്ന്. അവിടെ പോയാൽ പോലെ അകത്തേക്ക് പോവും പോലും വേണ്ട, അത്രയും സാധാരണക്കാർക്ക് ഇങ്ങനെ അനുഗ്രഹം വാരി വിതറിക്കൊണ്ടാണ് സ്ഥൂലമായ രീതിയിൽ ഗുരുവായൂരപ്പൻ ഇന്ന് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ സൂക്ഷ്മമായ രീതിയിൽ ബ്രഹ്മതത്വമായിട്ട് വിരാജിച്ചുകൊണ്ടിരിക്കുന്നു. അതിനപ്പുറത്ത് രണ്ട് തരത്തില് ഭാഗവതത്തെ, ഈ വേദാന്ത സാരത്തെ വേദവ്യാസ മഹർഷി അദ്ദേഹം ഭാഗവതത്തെ നോക്കിയിട്ടാണ് നാരായണീയനെ രചിക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ ഭാഗവതത്തെക്കുറിച്ച് പറയാണെന്ത്? ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവഹി. ആ ഭാഗവതത്തെ ഒന്ന് നമസ്കരിക്കുകയാണ്. എന്ത് പറഞ്ഞാൽ സാന്ദ്രാനന്ദാവബോധാത്മകം. ഈ ഭാഗവതം എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ളതാണ്? സാന്ദ്രാനന്ദാവബോധാത്മകം, പരമാനന്ദങ്ങനെ ഒഴുകുകയാണ്. ഭഗവാന്റെ വാങ്മയ സ്വരൂപമായതുകൊണ്ട് ഇടമുറിയാത്ത കനത്ത ആനന്ദങ്ങനെ ഒഴുകുന്നു, പരമജ്ഞാനം അങ്ങനെ ഒഴുകുന്നു. അങ്ങനെയുള്ള സ്വരൂപത്തോട് കൂടിയിട്ടുള്ള അനുപമിതം, ഒന്നിനോടും ഉപമിക്കാൻ കഴിയാത്ത വേദാന്ത സാരമാണ് എന്ത്? ശ്രീമദ് ഭാഗവതെന്ന്. കാലദേശാവധിഭ്യാം നിർമുക്തം. ഭാഗവതം ഏത് ദേശത്തിലും കാലത്തിലും ഏത് മതസ്ഥരും ആരും വായിച്ചോട്ടെ, അവർക്കൊക്കെ ശരിയാണെന്ന് അനുഭവം ഉണ്ടാക്കുന്നതാണെന്ന് ശ്രീമദ് ഭാഗവതം. കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം. എത്രയെത്രയോ വേദാന്ത തത്വങ്ങളാണ് ഭാഗവതത്തിലൂടെ സാധാരണക്കാർക്ക് കഥകളിലൂടെയൊക്കെ പ്രകാശിപ്പിക്കുന്നത്, മനസ്സിലാക്കി കൊടുക്കുന്നത്. വേദാന്ത സാരമൊന്നും അറിയാത്തവർക്ക് ഭഗവത് കഥകള് ബോധ്യപ്പെടുത്തുന്നതാണ് ശ്രീമദ് ഭാഗവതം. ഒറ്റ നോട്ടത്തില് അതിൻ്റെ രഹസ്യം മനസ്സിലാവോ? ഇല്ല. വീണ്ടും വീണ്ടും അത് മനനം ചെയ്യുന്നവർക്ക്, വിചാരം ചെയ്യുന്നവർക്ക് ഹൃദയശുദ്ധി വരും തോറും, ദൃഷ്ടമാത്രേ ആ ഹൃദയശുദ്ധി വരും തോറും അവരുടെ ഹൃദയത്തില് ജനങ്ങൾ ആ ദിവ്യ തത്വം ഇങ്ങനെ പ്രകാശിക്കുന്നു, സാക്ഷാത്തായിട്ട് പ്രകാശിക്കുന്നു. ഈ ഭാഗവതം കിട്ടാൻ എന്താ വേണ്ടത്? ഹന്തഭാഗ്യം ജനാനാം എന്ന് പറഞ്ഞത് ജന്മാന്തരേ ലഭേൽ പുണ്യം തഥാ ഭാഗവതം ലഭേൽ. ജന്മാന്തര പുണ്യം കൊണ്ട് മാത്രമേ ശ്രീമദ് ഭാഗവതം ലഭിക്കുന്നുള്ളൂ എന്ന് ഭാഗവത മാഹാത്മ്യത്തില് പത്മപുരാണത്തിൽ പറഞ്ഞ കാര്യം ഇവിടേക്ക് വേണമെങ്കിൽ കൂട്ടി യോജിപ്പിക്കാവുന്നതാണ്. ഹന്തഭാഗ്യം ജനാനാം, ജനങ്ങളുടെ. കാരണം അന്നേ എത്രയോ ഭക്തന്മാര്, ഇന്നത്തെ അത്ര ചിലപ്പോൾ തൊഴാനായിട്ട് ഗുരുവായൂരിലെ ആൾക്കാരുണ്ടാവില്ല. പക്ഷെ ഓരോ ഭാഗത്തും പല ഭാഗത്തിരുന്ന ആൾക്കാർ ഭാഗവതം വായിച്ചുകൊണ്ടിരിക്കുന്നു. ചിലർ ഭാഗവതത്തിൻ്റെ രഹസ്യം ഉൾക്കൊണ്ടുകൊണ്ട് നാമം ജപിച്ചുകൊണ്ടിരിക്കുന്നു. നാമജപക്കാരൊരു ഭാഗത്തുണ്ട്, ഒരു ഭാഗത്ത് ഭഗവാനെ പ്രദക്ഷിണം വെച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്, ഒരു ഭാഗത്ത് നാരായണീയം വായിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നാരായണീയത്തിലേക്ക് വരുന്ന ഭാഗവതം വായിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. അതുപോലുള്ള കൃതികള്, സ്തുതി സ്തോത്രങ്ങളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. ഹന്തഭാഗ്യം ജനാനാം, ഇവരുടെ ഭാഗ്യം കൊണ്ടല്ലേ ഈ ഭാഗവതം എങ്ങനെ വായിക്കാനായിട്ട് കഴിയുന്നത് എന്നൊക്കെ ഭാഗവതത്തെ സ്തുതിക്കാനായിട്ട് അങ്ങനെ വീണ്ടും വീണ്ടും ഓരോ വാക്കുകൾ ഇതുപോലെ യോജിപ്പിക്കേണ്ടതാണ്. ഇപ്പോൾ 3 വ്യാഖ്യാനായി. ഒന്ന് ഉറങ്ങിയ, ഒന്ന് ഗുരുവായൂരപ്പനെ നമസ്കരിക്കുകയാണ്, 2 ബ്രഹ്മതത്വത്തെ നമസ്കരിക്കുന്നു, പരമചൈതന്യത്തെ നമസ്കരിക്കുന്നു, 3 ഭാഗവത്തെ നമസ്കരിക്കുന്നു, 4 ഇങ്ങനെ കുറേ ഉണ്ട്. വേണമെങ്കിൽ 4 നമുക്ക് രചിക്കാൻ പോകുന്ന ഗ്രന്ഥത്തിനെ നാരായണീയത്തെ സ്തുതിക്കുന്ന രീതിയിൽ അന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത് പോലും ഉണ്ടാവില്ല. എങ്ങനെയൊന്നും ഇത് ആചാര്യന്മാർ കണ്ടെത്തിയ കാര്യങ്ങളാണ്. ആ സാന്ദ്രാനന്ദാവബോധാത്മകം, ആ കട്ടിയായിട്ടുള്ള ആ ഭാഗവതത്തിന്റെ സാരം ഒന്നുകൂടി ഇങ്ങനെ ചുരുക്കി, ഒന്നുകൂടി സാരമാക്കി തീർത്ത്
ഇടമുറിയാത്ത ആനന്ദം, അതുപോലെ ജ്ഞാനം ഒഴുകുന്ന ദിവ്യഗ്രന്ഥം ദാ ഗുരുവായൂരപ്പൻ്റെ കാരുണ്യം കൊണ്ട് ദാ വരാൻ പോകുന്നു നാരായണീയം, അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ കാരുണ്യം കൊണ്ടുണ്ടായിരിക്കുന്നു നാരായണീയം. അനുപമിതം. പലരും ശ്രമിച്ചു നോക്കിയിട്ടുണ്ട് കേട്ടോ നാരായണീയം പോലെ ഗ്രന്ഥം ഉണ്ടാക്കാനായിട്ട്. അത് പ്രത്യേകിച്ച് പറയുന്നില്ല. പല ആചാര്യന്മാരും പത്മനാഭസ്വാമിയെ കുറിച്ചുകൊണ്ട് ഇതേപോലെ ഒന്നും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഭക്തൻ നോക്കി പറ്റിയില്ല. തൃശ്ശൂർ ഭാഗത്ത് കൂടൽമാണിക്യസ്വാമിയെ സ്തുതിച്ചുകൊണ്ട് ഭക്തൻ തുടങ്ങി ഇതേപോലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പണ്ഡിതന്മാരവരൊക്കെ, പക്ഷെ അവർക്കൊന്നും ഇതേപോലെ കുറച്ച് നിർത്തേണ്ടി വന്നു, പറ്റില്ല എന്ന് ബോധ്യം വന്നു. ഇതുപോലെ കാരണം ഒരു അവതാര, എന്താ പറയുക, അവതാര ദൗത്യമാണ് അത് ഏറ്റെടുത്തത്. അതുപോലെ അതിനേക്കാളും വലിയ ഗ്രന്ഥമൊക്കെ ഉണ്ടായിരിക്കാം, പക്ഷേ ഇതുപോലെ പ്രകാശിക്കുന്നതല്ല എന്നർത്ഥം. അതുമാത്രമല്ല, ഈ അംബാസിഡർ എന്നൊക്കെ പറയില്ലേ, ഇപ്പൊ ഭാരതത്തിൻ്റെ അംബാസിഡറായിട്ട് ഇന്ന കാര്യത്തിന് വേണ്ടിയിട്ട് പുറത്തേക്ക് പോയി എന്ന് പറയില്ലേ, അതുപോലെ ഈ മേൽപ്പത്തൂര് നാരായണീയം, ഈ നാരായണീയം എന്ന് പറഞ്ഞാൽ ഗുരുവായൂരപ്പൻ്റെ ഒരു അംബാസിഡറാണ്. പല ദിക്കിലും ഗുരുവായൂരപ്പൻ്റെ മഹത്വം മനസ്സിലായത് നാരായണീയത്തിലൂടെയാണ് അത്രേ. തമിഴ്നാട്ടിൽ പണ്ടൊരു ദീക്ഷിതരുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പരമ്പരയിലുള്ളവരൊക്കെ ഇന്ന് ഭാഗവതോ നാരായണീയോ ഒക്കെ പ്രഭാഷണം ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. ആ കാലത്ത് വർഷങ്ങൾക്ക് മുൻപ്, 100 കൊല്ലങ്ങൾക്ക് മുൻപ്, ആ നാട്ടിലൊന്നും ഈ നാരായണീയ എന്നുള്ള ഗ്രന്ഥം കേട്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല. ഈ നാരായണീയത്തിന് ഇപ്പോൾ അടുത്ത കാലത്താണ് വലിയ പ്രചാരമൊക്കെ ഉണ്ടായിരിക്കുന്നത്. അന്ന് തമിഴ്നാട്ടിലെ ഒരു ഭക്തൻ എങ്ങനെയോ ഈ ഗ്രന്ഥം അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടി. അദ്ദേഹം അത് പഠിച്ചു. അതിങ്ങനെ പഠിച്ച് അത് ഇതിലൊക്കെ ഇങ്ങനെ ഗുരുവായൂരപ്പൻ്റെ മഹത്വം പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം അവരിങ്ങനെ അതുവരെ അവർ തമിഴ്നാട്ടിൽ നിന്ന് അവർ കേരളത്തിലേക്ക് വന്നിട്ട് പോലുമില്ല. പക്ഷെ തമിഴ്നാട്ടിൽ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടി ഗുരുവായൂരപ്പൻ്റെ കാരുണ്യം, അവർ ഗുരുവായൂരിൽ പോയിട്ടുമില്ല, കേട്ടിട്ട് മാത്രമേ ഉള്ളൂ. അങ്ങനെ അവിടുത്തെ കുറച്ച് ഭക്തന്മാർക്കൊക്കെ തോന്നി നമുക്കൊന്ന് ഗുരുവായൂരിലേക്ക് പോകണം. അങ്ങനെയാണ് അദ്ദേഹം ആദ്യമായിട്ട് ഗുരുവായൂർ വരുന്നത്. പിന്നെ വീണ്ടും പോയിട്ട് പ്രഭാഷണം. പിന്നെ അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ മഹത്വം അവിടെ ഇങ്ങനെ, ഗുരുവായൂരപ്പനെ കാണുന്നതിന് മുമ്പ് തന്നെ ഗുരുവായൂരപ്പൻ്റെ മഹത്വം അവിടെ പ്രചരിപ്പിച്ചു അദ്ദേഹം. അങ്ങനെ ഇപ്പോൾ കേരളത്തിലേക്കാളിലും കൂടുതലൊക്കെ ചിലപ്പോൾ ഉണ്ടായിരിക്കാം നാരായണീയം വായിക്കുന്ന ആൾക്കാർ തമിഴ്നാട്ടിലൊക്കെ. ഉണ്ടെന്നല്ല, ഉണ്ടായിരിക്കാം. കേരളത്തിൽ മാത്രമല്ല, മഹാരാഷ്ട്രയിലും ഒക്കെ. ഇന്നലെ മഹാത്മ്യത്തിൽ പറഞ്ഞില്ലേ, മഹാരാഷ്ട്രത്തിലൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ എല്ലാ ഇതിലും ഉണ്ട്. പല രാജ്യങ്ങളിലും, ബോംബെ തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ മലയാളികൾ പോയിട്ടാണെങ്കിൽ കൂടി നാരായണീയൊക്കെ എത്രയോ സമിതികളും ഒക്കെ ഇന്നുണ്ട്. അപ്പോൾ ഒരു തരത്തിൽ ഭാഗവതത്തിൻ്റെ മഹത്വം കഴിഞ്ഞ് നാരായണീയത്തിൻ്റെ മഹത്വമായിട്ടാണ് സാന്ദ്രാനന്ദാവബോധാത്മകം അനുപമിതം. വേറെ ഒന്നിനോട് യോജിപ്പിക്കാൻ കഴിയാത്ത, ഇതിൻ്റെ ഒപ്പം നിൽക്കുന്ന വേറെ ഒന്നുമില്ലാന്ന്. കാലദേശാവധിഭ്യാം, കാലദേശങ്ങളുടെ അവധി കടന്ന ലോകം മുഴുവൻ ഇപ്പം നാരായണീയം പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാത്തിൽ നിന്നും മുക്തമായിട്ട് അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള മായാബന്ധവുമില്ലാതെ നിലനിൽക്കുന്ന ഈ വേദാന്ത സാരമായിട്ടുള്ള നാരായണീയം എത്രയോ വേദങ്ങളിലൂടെ പ്രകാശിക്കപ്പെടുന്ന തത്വത്തെ തന്നെ നാരായണീയത്തിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് ഒരു കീറാമുട്ടിയായിട്ടാണ് നമുക്ക് ഒരൊറ്റ നോട്ടത്തിൽ കാണുക എങ്കിൽ അതിലേക്ക് തന്നെ ഇറങ്ങി ചെല്ലുമ്പോൾ വളരെ വളരെ ആസ്വദിക്കാൻ പാകത്തിന് നമ്മുടെ മുമ്പിലിരിക്കുന്ന ഈ നാരായണീയം നമുക്ക് കിട്ടിയത് ഭഗവാന്റെ ഗുരുവായൂരപ്പൻ്റെ കാരുണ്യം കൊണ്ട് മാത്രം. ജനങ്ങളുടെ ഭാഗ്യം എന്ന് മാത്രം പറയാം. ഭാഗ്യം ജനാനാം, ജനങ്ങളുടെ ഭാഗ്യം കൊണ്ടത് സാക്ഷാത്തായിട്ട് ആ ഭഗവാനെ പ്രകാശിപ്പിക്കുന്ന ആ പരമതത്വം ഇതാ നമ്മുടെ മുമ്പിൽ നാരായണീയ രൂപത്തിൽ പ്രകാശിക്കുന്നു. ഇങ്ങനെയൊക്കെ സൗകര്യം ഉണ്ടായിട്ടും ഏവം ദുർലഭ്യ വസ്തുന്യപി, ഗുരുവായൂരപ്പനുണ്ട്. ആ വേദാന്ത ചിന്തകളിലൂടെ ആ വേദാന്ത സാരത്തെ അറിയാനുള്ള അവസരമുണ്ട്. ഭാഗവതമുണ്ട്, നാരായണീയുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും, എല്ലാ സൗകര്യം ഉണ്ടായിട്ടും നമ്മൾ പറയാറില്ലേ, ഇനിയും കസേര ഒഴിഞ്ഞു കിടക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സൗകര്യമുണ്ട്. നാരായണീയം സത്രമായി നടത്തുമ്പോൾ വന്ന് കേട്ടിരിക്കും. 3 ദിവസം, ഇനിയിപ്പോൾ 7 ദിവസമൊക്കെ ആയിക്കഴിഞ്ഞാൽ ആൾക്കാർക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് വെച്ചാൽ 3 ദിവസമാക്കി. സമയമില്ല, 3 ദിവസം.
പണ്ടൊക്കെ എത്ര എന്നും ഉപാസന വേണം, എന്നും ഉപാസന വേണം, നിത്യ ഉപാസന കൊണ്ടാണ് ആ ചൈതന്യം ഹൃദയത്തിൽ പ്രകാശിക്കുള്ളൂ എന്ന് പറഞ്ഞിരുന്നൊരു കാലത്ത് വേദവ്യാസ മഹർഷിയാൽ രചിക്കപ്പെട്ട ഗ്രന്ഥമാണ് എന്ത്? ഭാഗവതം. അതും വിശേഷേണ ശുകാജ്ഞയ 7 ദിവസമായിട്ട് അത് ബോധിപ്പിക്കാൻ പാകത്തിന് സപ്താഹ യജ്ഞ വിധി ഉണ്ടായി. അതിന് സമയമില്ല എന്നുള്ളവർക്ക് വേണ്ടിയിട്ടാണ് 3 ദിവസമെങ്കിലും ആയിട്ട് കേൾപ്പിക്കുക. ഒരു 5 മണിക്കൂർ കൊണ്ട് വായിക്കുക മാത്രം പോരല്ലോ, എന്തെങ്കിലുമൊക്കെ പറയും കൂടി ആവാന്ന് വിചാരിച്ചുകൊണ്ടാണ് സത്രമായിട്ട് കൂടുതൽ പേർക്ക് പങ്കെടുക്കാനും ഒക്കെ വേണ്ടിയിട്ട് 3 ദിവസമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴും സമയമില്ല എന്ന് പറഞ്ഞാൽ അതെന്നെ പറഞ്ഞത്. ഏവം ദുർലഭ്യവസ്തുന്യപി സുലഭതയാ ഹസ്തലബ്ധേ. കയ്യില് ഉള്ളം കയ്യിലെ നെല്ലിക്ക പോലെ അത്രയും സുലഭമായിട്ട് കിട്ടിയിരിക്കുകയാണ്. എന്നിട്ടോ ഇതൊക്കെ വിട്ട് മറ്റ് വല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓടി നടക്കും. മറ്റുള്ള വിഷയങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഓടി നടക്കും. മറ്റുള്ള വിഷയങ്ങളുടെ പിന്നാലെ ബുദ്ധി പോവും. കഷ്ടം എന്ന് മാത്രം. ആളുകളൊക്കെ മറ്റുള്ള വല്ലതിനെയും ശരീരം കൊണ്ടും വാക്കുകൊണ്ടും ബുദ്ധി കൊണ്ടും ഒക്കെ ആശ്രയിക്കും. കഷ്ടം എന്ന് മാത്രം പറഞ്ഞാൽ മതി. ആകെ കുറച്ച് ജീവിതമുണ്ട്. 100 കൊല്ലം കൂടി വന്നാൽ പകുതി ഉറങ്ങിപ്പോയാൽ പിന്നെ എത്രയുണ്ട്? 50 കൊല്ലമുണ്ട്. കുട്ടിക്കാലത്ത് കള്ളിയായിട്ട് പോയി 90 കഴിഞ്ഞ് പിന്നെ ബാക്കിയും പോവും. ബാക്കി എത്ര ഉണ്ടാവും? ആകെ 3 ദിവസമുള്ളൂ. അതുകൊണ്ട് ഇന്ന് എല്ലാവർക്കും ഒരു അസൈൻമെന്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ നടക്കുമോ? ആകെ 3 ദിവസമല്ലേ ഉള്ളൂ ക്ലാസ്. നാളെ എല്ലാവരും ഒരു അസൈൻമെന്റ് എഴുതി കൊണ്ടുവരണം. ഓ ശരി. എന്താ അസൈൻമെന്റ്? ആദ്യം പറയട്ടെ, കോപ്പി അടിക്കരുത്. എന്താ അസൈൻമെന്റ്? അതൊന്നല്ല. നിങ്ങൾക്ക് എത്ര കൊല്ലം ആയുസ് വേണം? എത്ര കൊല്ലം ആയുസ് വേണം? വേണ്ട, കൂടി വന്നാൽ നമുക്ക് കോമൺ ആയിട്ടൊരു 100 കൊല്ലം ആയുസ്. 100 കൊല്ലം ആയുസ് എന്ന് എല്ലാവർക്കും വേണ്ടിയിട്ട് പറയണം. അങ്ങനെ 100 കൊല്ലം ആയുസ്സിൽ ഇനിയിപ്പോൾ എന്ത് വേണമെന്ന് നോക്കിയാൽ 100 കൊല്ലത്തിൽ നമുക്ക് എത്ര വയസ്സായി എന്ന് ആലോചിക്കാം. ആ 100 ആ വയസ്സ് കുറയ്ക്കുക. ബാക്കി എത്രയുണ്ട്? അപ്പോൾ പറഞ്ഞ കോപ്പി അടിക്കരുത്. ക്വസ്റ്റ്യൻ പേപ്പർ ഒരേപോലെയല്ല. സാധാരണ അങ്ങനെ അപ്പുറത്തെ വീട്ടിൽ എന്താ അവിടെ മഴ പെയ്തു, ഇവിടെ എന്താ പെയ്യാത്തത്? ഇവിടെ കരണ്ട് പോയപ്പോൾ അങ്ങോട്ട് നോക്കി, എന്താ അവിടെ കരണ്ട് പോയി, സമാധാനമുണ്ട്. അങ്ങനെയാണ് നമ്മുടെ ഒരു അങ്ങോട്ട് നോക്കാം. നമ്മളെപ്പോഴും താരതമ്യം ചെയ്തുകൊണ്ടിരിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട്. കാര്യം ചിലപ്പോൾ നമുക്ക് ന്യായീകരിക്കാൻ തോന്നും. അവിടെയും കൂടി കരണ്ട് പോയിട്ടുണ്ടെങ്കിൽ എല്ലാ ദിക്കിലും ഒരുമിച്ച് പോയിട്ടുള്ളതാവും, അതുകൊണ്ട് വരാൻ എളുപ്പമുണ്ടെന്നൊക്കെ പറയും. പക്ഷെ അതൊന്നുമല്ല ഉദ്ദേശം. ഉള്ളിൻ്റെ ഉള്ള അവിടെ കൂടി പോയ സമാധാനമുണ്ട്. അപ്പൊ കോപ്പി അടിക്കരുതെന്ന് അർത്ഥം. അപ്പൊ എത്ര ആയുസ്സുണ്ട്? 100 കൊല്ലം ആയുസ് കൂടി വന്നാൽ നമുക്ക് എത്ര വയസ്സായി എന്ന് നോക്കുക. എന്നിട്ട് അത് 100 മൈനസ് ചെയ്യുക. ബാക്കി എത്രയുണ്ട്? അതിനെ 365 കൊണ്ട് ഗുണിക്കുക. അത്രയും ദിവസങ്ങളാണ് നമുക്ക് ആകെ ഉള്ളത്. ദിവസക്കണക്കാണ് അത്രയേ ഉള്ളൂ. അതിലെത്ര കളയാണ്ടെന്ന് ആവശ്യമില്ലെങ്കിൽ, എനിക്ക് ഇത്ര ആവശ്യമില്ല എന്നാൽ കളയാലോ. ആവശ്യമില്ലാത്തത് പോട്ടെ. ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് കളയാനായിട്ടൊരു നിമിഷം പോലും ഇല്ല. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിമിഷം പോലും ഇല്ല. അതുകൊണ്ട് മറ്റുള്ള നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം ചെലവാക്കരുത്. കഷ്ടം. ഇങ്ങനെയൊക്കെ ഒരു അവസരം കിട്ടിയിട്ട് മറ്റുള്ള നിസ്സാരമായ കാര്യങ്ങളുടെ പിന്നാലെ പോകരുത്. അത് കഷ്ടം തന്നെയാണ്, നഷ്ടം തന്നെയാണ്. ഇപ്പൊ ഞാൻ എൻ്റെ ഭാഗ്യം കൊണ്ടെന്ന് പറയട്ടെ, നമുക്ക് പറയാം നമ്മുടെ ഭാഗ്യം കൊണ്ട് മനസ്സ് ഉറപ്പിച്ചു കുറച്ചു നേരമെങ്കിലും നമ്മൾ അങ്ങനെയാണല്ലോ, സ്ഥിരതര മനസ്സാ, കുറച്ചു നേരമെങ്കിലും വിശ്വപീഡാപഹത്യൈ, ലോകത്തിൻ്റെ എല്ലാ ദുഃഖങ്ങളും തീരണേ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ട് സർവാത്മനാ നിശേഷ ആത്മാനമേനം ഗുരുപവനപുരാധീശമേവാശ്രയാമ, ഈ ഗുരുവായൂരപ്പനെ വേണ്ടി നമസ്കരിക്കുന്നു. ബാക്കിയുള്ള പലരും നിസ്സാരമായ വിഷയങ്ങളിലൂടെ പോകുന്നുണ്ട്. എന്നാലും ഇത്ര വലിയൊരു രോഗം വന്നിട്ടായാലും വേണ്ടില്ല, ഞാനിപ്പോൾ ഇതാ ഉറച്ച ബുദ്ധിയോട് കൂടിയിട്ട് ലോകത്തിൻ്റെ ശ്രേയസ്സിനായിക്കൊണ്ട് മനസ്സ് ഉറപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പ ലോകത്തിൽ ആർക്കും ദുഃഖം ഉണ്ടാവരുതേ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ട് ഞാൻ നമസ്കരിക്കുന്നു. ഗുരുവായൂരപ്പനായിക്കൊണ്ട് നമസ്കാരം. ഗുരുപവനപുരാധീശം ഏവാശ്രയാമ,
ഗുരുവായൂരപ്പനെ തന്നെ വീണ് നമസ്കരിക്കുന്നു. ആ പരമ സത്യം, പരമശുദ്ധ സത്വം, ഏകനും അദ്വിതീയനുമായിട്ടുള്ള പരമ ചൈതന്യം മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അത് എന്താ പറയാ, തൽപരാഭ്യാം അപരികലനത, മറ്റുള്ളതിനോടൊന്നും ബന്ധമില്ലാതെ, രജസ് എന്താ പറയാ, തമോ ഗുണത്തിനോടൊന്നും ബന്ധമില്ലാതെ ആദ്യം നിർഗുണഭാവത്തിലായിരുന്നു ഇരുന്നത്. പിന്നെ അതിലും വെച്ചിട്ട് ആ ഭഗവാൻ അഹം ബഹുസ്യാം പ്രജായ, ഞാൻ പലതായി തീരട്ടെ എന്ന് സങ്കല്പിച്ചു. അങ്ങനെ ആ സത്വഗുണത്തിൻ്റെ ആകത്തുകയായിട്ടുള്ള പരമചൈതന്യം, അതിനാണെങ്കിൽ സത്വഗുണത്തിനോടും രജോ ഗുണത്തിനോടും തമോ ഗുണത്തിനോടും ഒരു സമ്പർക്കം ഒട്ടുമില്ലാതെ ശുദ്ധമായ നിർമ്മലം യൽ സത്വം, ആ സത്വഗുണം, നിർമ്മലമായുള്ള സത്വഗുണം അത് ഏതൊന്നുണ്ടോ അതിൽ നിന്ന് പിന്നെ ലോകം മുഴുവൻ ഭൂതേന്ദ്രിയൈഹി, ഭൂതങ്ങളെ കൊണ്ടും ഇന്ദ്രിയങ്ങളെ കൊണ്ടും ഉള്ള ആ ദിവ്യമായിട്ടുള്ള ഗുരുവായൂരപ്പൻ്റെ സ്വരൂപം ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഈ ലോകം തന്നെ ഉണ്ടാവാൻ കാരണം ഗുണങ്ങൾക്ക് അതീതനായിട്ടുള്ള ആ പരബ്രഹ്മസ്വരൂപനായിട്ടുള്ള ഭഗവാൻ തന്നെയാണ്. ആ ഏകനും അദ്വിതീയനുമായിട്ടുള്ള ഭഗവാൻ, പരമചൈതന്യ മാത്രമായിട്ടിരിക്കുന്ന ഭഗവാൻ ഞാൻ പലതായി തീരട്ടെ എന്ന് സങ്കല്പിച്ചു. അങ്ങനെ ആ സങ്കല്പം കൊണ്ട് ത്രിഗുണങ്ങൾ, ആദ്യം സത്വഗുണം, അല്ലെങ്കിൽ സത്വഗുണം ആദ്യം ഒന്നിനോടും ബന്ധമില്ലാതെ നിൽക്കുന്നത്, പിന്നെ അതാ ക്രമേണ എല്ലാ ഗുണങ്ങളെ ആശ്രയിച്ചുകൊണ്ട് ഈ ലോകത്തെ മുഴുവൻ ഭഗവാൻ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിച്ചുകൊണ്ട് ലീലകളാടിക്കൊണ്ടിരിക്കുന്നു. ആ പരമചൈതന്യത്തെക്കുറിച്ച് സ്മരിക്കുകയാണെങ്കിൽ ശ്രുതിമതി മധുരേ സുഗ്രഹേ വിഗ്രഹേ, കേൾക്കാനും ആ ഭഗവാനെക്കുറിച്ച് കേൾക്കാനും അതുപോലെ പറയാനും സ്മരിക്കാനും ഒക്കെ എന്തെന്നില്ലാത്ത ആനന്ദം. ആ ഭഗവത് കഥാശ്രവണം കൊണ്ട്, കീർത്തനം കൊണ്ട്, സ്മരണം കൊണ്ടാണ് ഈ മായാബന്ധത്തിൽ വിട്ട് വട്ടം തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന നമുക്ക് ഇവിടുന്ന് കരകയറാനായിട്ട് സാധിക്കുള്ളൂ. അതിനായിട്ട് ആ ഭഗവാനിൽ രുചി ഉറയ്ക്കാൻ, മനസ്സുറയ്ക്കാനായിട്ട് സാധിക്കണേ എന്നൊക്കെ ധന്യരായിട്ടുള്ള ആൾക്കാരാണ് ഭഗവാന്റെ ദിവ്യമായ സ്വരൂപത്തിൽ രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ രമിച്ചാലാണ് ആനന്ദം അനുഭവിക്കാൻ കഴിയുക എന്നൊക്കെ ആ ഭഗവാന്റെ ദിവ്യമായ സ്വരൂപത്തെക്കുറിച്ചാണ് പിന്നെ പ്രകാശിപ്പിക്കുന്നത്. യാതൊരു ഇളക്കവുമില്ലാതെ നിഷ്കമ്പേ നിത്യപൂർണേ, ആദ്യം നിഷ്കമ്പേ, യാതൊരു അനക്കവുമില്ലാതെ, യാതൊരു വ്യാപാരങ്ങളും ഇല്ലാതെ എന്ന് പറഞ്ഞാൽ യാതൊരു ക്രിയകളുമില്ലാതെ, യാതൊരു കർമ്മവുമില്ലാതെ ആനന്ദം 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 മാത്രമായിട്ടുള്ള അവസ്ഥ. അവസാനമില്ലാത്ത പരമാനന്ദത്തിൻ്റെ ആകസ്വരൂപമായിട്ടുള്ള അമൃതസ്വരൂപം തന്നെയാണ് നിരവധി പരമാനന്ദ പീയൂഷരൂപേ. അങ്ങനെയുള്ള ഭഗവാൻ കണക്കെടുക്കാൻ പറ്റാത്ത രീതിയിൽ മുക്താവലീതിൽ ലയിച്ച്, മുക്തന്മാരുടെ ആ ഒരു വലിയ നിര തന്നെ ആ ഭഗവാൻ ലയിച്ചു ചേർന്നിരിക്കുന്നു. അത്യന്തം സ്പൃഹണീയവുമായിട്ടുള്ള ശുദ്ധ സത്വാത്മകമായിട്ടുള്ള ബ്രഹ്മമാകുന്ന സമുദ്രത്തിൽ തിരടിക്കുന്ന തുല്യമായിട്ടുള്ള സത്വഗുണം എന്നൊക്കെ പറയാം. അതായത് ആ പരമാനന്ദം ഇങ്ങനെ സമുദ്രം പോലെ കിടക്കുന്നു. അതിൻ്റെ ഇടയിൽ ചെറിയൊരു ഇളക്കം വന്നപ്പോൾ ഒരു തിരമാല ഉണ്ടായി. ആ തിരമാലയ്ക്ക് തുല്യമാണ് എന്ത്? സത്വഗുണം. ക്രമേണ മറ്റു പലതും ഉണ്ടാകുന്നത് പോലെ ആ ഭഗവാന്റെ കലകളായിട്ട് തന്നെയാണ്, ഭഗവാന്റെ അംശം തന്നെയാണ്. യഥോവാ ഇമാനി ഭൂതാനി ജായന്തേ എന്നുള്ള പ്രസിദ്ധമായിട്ടുള്ള ഉപനിഷത്ത് മന്ത്രമുണ്ട്. യഥോവാ ഇമാനി ഭൂതാനി ജായന്തേ ഏന ജാതാനി ജീവന്തിയൽ പ്രവിശന്തി അഭിസംശന്തി തത് ബ്രഹ്മ ജിജ്ഞാസ്വാന്ന്. എവിടുന്നാണോ ഈ ലോകം മുഴുവൻ ഉണ്ടാവുന്നത്, എവിടെയാണോ ഇതൊക്കെ നിലനിൽക്കുന്നത്, എവിടെയാണോ ഇതൊക്കെ ലയിക്കുന്നത്, ആ സ്ഥാനം ബ്രഹ്മം എന്നറിയിക്കുക. ഇതാണ് ഉപനിഷത്ത് മന്ത്രം. ഇതുപോലെ കുറേ ഉപനിഷത്ത് മന്ത്രങ്ങളുണ്ട്. ഇതിൻ്റെ സാരമായിട്ടാണ് ഭാഗവതം തുടങ്ങിയത്. അതെന്താ? ജന്മാദി അസ്യയത, ജന്മാദ്യസ്യയത. അതന്നെയാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആദ്യം ഈ ലോകം മുഴുവൻ ആനന്ദസ്വരൂപമായിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഭഗവാൻ പലതായി തീരട്ടെ എന്ന സങ്കല്പം കൊണ്ട് എത്രയോ ബ്രഹ്മാണ്ടങ്ങളുണ്ടായി. കുറച്ച് കഴിഞ്ഞാൽ ഇതിൽ ഭഗവാൻ തന്നെ നിലനിന്നുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ലയിച്ചു കഴിഞ്ഞാലും ശേഷിക്കുന്നത് ആ പരമബ്രഹ്മസ്വരൂപനായിട്ടുള്ള ഭഗവാൻ മാത്രം എന്ന് പറയുന്ന അതേ കാര്യം ഇവിടെ മറ്റൊരു ഭാവത്തിൽ അവതരിപ്പിച്ചു എന്ന് മാത്രം. ഇങ്ങനെയൊക്കെ ഒരു പ്രവൃത്തി ഇല്ലാതിരിക്കുന്നൊരവസ്ഥയിൽ ഉണ്ടായിരുന്നുവെങ്കിലും
ഭഗവാനൊരു കാരണമില്ല. എല്ലാത്തിനും ഒരു കാരണം ഉണ്ടെങ്കിൽ ഭഗവാന് പ്രത്യേകിച്ചൊരു കാരണമൊന്നുമില്ല. ഒരു ചേഷ്ടവുമില്ലാതിരിക്കുന്ന, ഒരു കാരണവുമില്ലാത്ത ആ ഭഗവാൻ എന്നാൽ ഒരു ഈക്ഷ കൊണ്ടാണ്, ഒരു കടാക്ഷം കൊണ്ടാണ് എത്രയോ ബ്രഹ്മാണ്ടങ്ങളെ സൃഷ്ടിക്കുന്നത്, രക്ഷിക്കുന്നത്, സംഹരിക്കുന്നത്. ഈ പ്രവർത്തികളൊക്കെ ഭഗവാന്റെ സാന്നിധ്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു, സൂര്യന്റെ സാന്നിധ്യത്തിൽ. ഇപ്പൊ കവികളൊക്കെ പറയും, സൂര്യൻ ഈ ലോകത്തിലെ വെള്ളമൊക്കെ അങ്ങനെ കുടിച്ച് വറ്റിക്കുക. എന്നാ സൂര്യന്റെ ചൂട് കൊണ്ടാണ് വെള്ളമൊക്കെ പോകുന്നത്. അപ്പൊ സൂര്യൻ കുടിക്കുന്ന പോലെയല്ലേ? എന്നാൽ സൂര്യന്റെ അടുത്തെത്തുന്നുണ്ടോ? ഇവിടുന്ന് മേഘമായിട്ടാ, അതിനു മുമ്പ് പിന്നെ ഇങ്ങോട്ട് തന്നെ വരും. സൂര്യന്റെ സാന്നിധ്യത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നു മാത്രമേ ഉള്ളൂ. ഇതുപോലെ ഭഗവാന്റെ ആ ഒരു കടാക്ഷം കൊണ്ട് തന്നെ ഈ ലോകത്തിലെ എത്രയോ ബ്രഹ്മാണ്ടങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു, നിലനിൽക്കപ്പെടുന്നു, സംഹരിക്കപ്പെടുന്നു. ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ആ ഭഗവാന്റെ അപാരമായ മഹിമയെ, സ്വമഹിമ വിഭവ ആകുണ്ഠ ഒക്കെയാണ് അപാരമായ ഇങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്യാനുള്ള അപാരമായ ഭഗവാന്റെ മഹിമയെ ഇവിടെ സ്തുതിക്കുന്നു. ആ ഭഗവാനാണ് രൂപങ്ങൾക്കും നാമങ്ങൾക്കും അതീതമായിട്ടുള്ള, വേദാന്തികൾ അങ്ങനെയല്ലേ പറയുക, രൂപങ്ങൾക്കും നാമങ്ങൾക്കും അതീതമായിട്ടുള്ള പരബ്രഹ്മത്തെ സ്തുതിക്കുന്നു. ആ ഭഗവാൻ തന്നെയാണ് ഭക്തന്മാര് ഗുരുവായൂരപ്പനായിട്ട് പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകി സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃതി ഭാവയാമി എന്നുള്ള ഭാവത്തില് ഭക്തന്മാര് സ്തുതിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ലാവണ്യസ്യൈകസാരം, ലോകത്തിലെ സകല സൗന്ദര്യത്തിൻ്റെയും ആകത്തുകയായിട്ട്. എന്നാൽ ആർക്കാണ് ഭഗവാന്റെ ആ ദിവ്യ സ്വരൂപം കാണാനായിട്ട് കഴിയുക? ആർക്കാ? സുകൃതി ജലദൃശാം, സുകൃതി ജനങ്ങൾക്ക് സുകൃതം ചെയ്യുമ്പോഴാണ് ഗുരുവായൂരപ്പൻ്റെ ദിവ്യമായ സ്വരൂപം പുറമേയും അകത്തും നമുക്കൊക്കെ കാണാനായിട്ട് കഴിയുക. ആ സുകൃതി ജനദൃശാം പൂർണ്ണ പുണ്യാവതാരം. ഈ ഭഗവാന്റെ കൃഷ്ണാവതാരം മാത്രം പോരാ, ഈ ഗുരുവായൂരപ്പനായിട്ടുള്ള അവതാരം എങ്ങനെയുള്ളതാണ്? പൂർണ്ണപുണ്യാവതാരം. പൂർണ്ണപുണ്യാവതാരമാണ് ഭഗവാൻ ലക്ഷ്മി. ആ ശ്രീലക്ഷ്മി, ശ്രീ ഭഗവതി കളിക്കാനുള്ള സ്ഥലം കിട്ടുകയാണെങ്കിൽ പിന്നെ അവിടെ വേറെ ആരും ഇടപെടാൻ പാടില്ല. ലക്ഷ്മിദേവി യാതൊരു കൂസലും ഇല്ലാതെ കളിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് ഇവിടെ ഭഗവാന്റെ മാറിടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെയുള്ള സ്വരൂപത്തോടു കൂടിയ ശ്രീഭഗവതിക്ക് യാതൊരു കൂസലും കൂടാതെ വിളയാടാനുള്ള സ്ഥാനമായിട്ടുള്ള മാറിടത്തോടു കൂടിയ ഭഗവാന്റെ എന്നാൽ ധ്യാനിക്കുന്ന സഞ്ചിന്തകാനാം അന്ത അമൃതസ്യന്ത സന്തോഹം സിഞ്ചൽ. ഗുരുവായൂരപ്പനെ ധ്യാനിക്കുന്നവരുടെ ഉള്ളില് അമൃതധാരയെ വർഷിപ്പിക്കുന്ന അവിടുത്തെ ആ ദിവ്യമായ സ്വരൂപത്തെ ഞാനിതാ ഗുരുവായൂരപ്പ എനിക്ക് അനുകൂലയെ ഞാൻ ധ്യാനിക്കുന്നു. ആദ്യം ഞാൻ വിചാരിച്ചിരുന്നു, നമ്മളും വിചാരിക്കാറില്ലേ, ഇതൊക്കെ ആരാ ഉണ്ടാക്കിയത്? ഗുരുവായൂരപ്പനാ. എന്നിട്ട് ഇതൊക്കെ സൃഷ്ടിച്ചു. അത് കഴിഞ്ഞ് ആ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ ഓരോരുത്തർക്കും ഓരോ വ്യത്യസ്ത സ്വഭാവങ്ങൾ കൊടുത്തു. ഓരോ കർമ്മങ്ങൾ ചെയ്തു. കർമ്മങ്ങൾക്കനുസരിച്ച് അവർക്ക് കർമ്മഫലം ഉണ്ടായി, ജന്മവാസന ഉണ്ടായി, കർമ്മവാസന ഉണ്ടായി, ജന്മങ്ങളുണ്ടായി, വീണ്ടും കർമ്മങ്ങൾ. ഇതെന്തിനാ ഇത്? ആരോ പറഞ്ഞു, ആ ചങ്ങായിക്കത് ഉണ്ടാക്കാതിരുന്നാ, കോഴിക്കോട്ടുകാരനായിട്ടുള്ളൊരു സുഹൃത്ത് പറഞ്ഞതാ, ആ ചങ്ങായിക്ക് ഈ പണി ചെയ്യാതിരുന്നാ പോരെ ചോദിച്ചു. ആർക്ക്? ഗുരുവായൂരപ്പനെ. പണ്ട് ചിന്മയാനന്ദ സ്വാമിയുടെ അടുത്ത് പോയിട്ട് ചോദിച്ചു ഒരു ഭക്തൻ, എന്തിനാ ഈ ഗുരുവായൂരപ്പൻ ഇതൊക്കെ സൃഷ്ടിച്ചത്? അപ്പം അദ്ദേഹം പെട്ടെന്നൊന്ന് മേപ്പിട്ട് നോക്കിയിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഇനി ഗുരുവായൂരപ്പനെ കണ്ടാൽ കോളർ കയറി പിടിക്കുക, ഒരു ചോദിക്കാറ്. അപ്പോൾ ഗുരുവായൂരപ്പനെ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ കോളറുണ്ടോ പിടിക്കുക, അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് അപ്പം മനസ്സിലാവുന്ന. എന്തിനാണ് ഈ ഭഗവാൻ സൃഷ്ടി നടത്തിയതെന്ന് നമുക്ക് പിടികിട്ടുന്ന കാര്യമല്ല. അത് ഹൃദയം ശുദ്ധമാവുമ്പോഴാണ് പിടികിട്ടുള്ളൂ. ശുദ്ധമായി കഴിഞ്ഞാൽ മുമ്പിൽ ഗുരുവായൂരപ്പനെ അനുഭവിക്കാറാവും. അപ്പോൾ പിന്നെ കോളറും പിടിക്കാനൊന്നും തോന്നില്ല, അപ്പോൾ അനുഭവമാവും, അപ്പം ചോദ്യങ്ങളില്ലാതെയാവും. അതുകൊണ്ട് ആ ഒരവസ്ഥയ്ക്ക് എത്തട്ടെ. എന്നാലും പണ്ട് ഞാൻ വിചാരിച്ചായിരുന്നു, കഷ്ടാതേ സൃഷ്ടിചേഷ്ട. പണ്ട് ഞാൻ വിചാരിച്ചായിരുന്നു, എന്ത്, ഈ സൃഷ്ടിയൊക്കെ കഷ്ടമാണ്, ഇങ്ങനെ ജനങ്ങളെ കഷ്ടപ്പെടുത്താൻ പാടില്ല.
ഇപ്പൊ ഞാൻ പലപ്പോഴും കാണാറുണ്ട് ഈ ചില മതങ്ങളെ രൂക്ഷമായിട്ട് വിമർശിക്കുന്ന ആൾക്കാർ. അവരൊന്നും ഇപ്പൊ നമ്മുടെ എന്താ പറയാ ഹൈന്ദവരെ അങ്ങനെ വിമർശിക്കാറില്ല. അവര് എല്ലാവർക്കും കയറി നിരങ്ങാനുള്ള സ്ഥലമാണ് എന്ത് ആണ്. എന്നാലും ചില രൂക്ഷമായിട്ട് ലോകത്തിലെ എല്ലാ ഭാഗത്തും ഇരുന്ന് വിമർശിക്കുന്ന ഒരു മതമുണ്ട്. അവര് ഹൈന്ദവരെ വിമർശിക്കാറില്ല. അതെന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ അവരങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതെന്താണ്? ചില ആ മതത്തിനും നമ്മുടെ ഈ സനാതന ധർമ്മത്തിനുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഇപ്പോൾ ഇതിനെ കുറേ ഇതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞ് കുറേ ചീത്ത പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. എന്തുകൊണ്ട്? നമുക്ക് തന്നെ അറിയാം ഇതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഗ്രന്ഥം ഏതുമായിക്കോട്ടെ, മറ്റുള്ള മതങ്ങൾക്കൊക്കെ ഏതെങ്കിലും ഒരു ഗ്രന്ഥമേ ഉള്ളൂ, അത് പഠിച്ച മുഴുവനായി. ഞങ്ങളുടെ കിതാബ് പഠിച്ച മുഴുവനായി. നമുക്ക് കൃത്യമായിട്ട് നമുക്ക് എൻ്റെ കിതാബൊന്നുമില്ല. ഇപ്പോൾ ഇന്നിപ്പോൾ ഭാഗവതമാണ് പറഞ്ഞത്, ഭാഗവതമാണ് ഏറ്റവും കഴിയുമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പോൾ നാരായണീയ ആയതുകൊണ്ട് ഇടയ്ക്കെന്ന് മാറ്റി പറയേണ്ടി വരുന്നു മാത്രമേ ഉള്ളൂ. നീ ഭഗവത്ഗീതയെ പറഞ്ഞെങ്കിൽ ഭഗവത്ഗീത പോലെ ഒരു ഗ്രന്ഥവും ഇല്ല എന്ന് ഉറപ്പിച്ച് പറയും. നമുക്ക് എന്താ മാനദണ്ഡം? അത് നമ്മുടെ തന്നെ ശാസ്ത്രങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ശ്രുതി സ്മൃതി എന്ന് രണ്ട് ഭാഗങ്ങൾ. എന്താ അതിൻ്റെ പ്രത്യേകത? ശ്രുതി എന്ന് പറഞ്ഞാൽ ഏത് കാലത്തും ഏത് ദേശത്തും മാറ്റം വരുത്താൻ കഴിയാത്ത നിത്യമായ കാലദേശാവധിഭ്യാം നിർമുക്തമായിട്ടുള്ള തത്വങ്ങളെയാണ് എന്ത് പറയുന്നത്? ശ്രുതി എന്ന് പറയുന്നത്. അതായത് കാലത്തിനനുസരിച്ച് എവിടെ പോയാലും ദയ, കഷ്ടപ്പെടുന്നവരോട് സഹായിക്കുക, അല്ലെങ്കിൽ ക്ഷമ, ഇങ്ങനെയുള്ള ചില ക്വാളിറ്റികളുണ്ടല്ലോ മനുഷ്യൻ്റെ. ഇതൊക്കെ ഏത് കാലത്തും ഏത് ദേശത്തും ഏത് സമയത്തൊക്കെ ഒരേപോലെയാണ് നിലനിൽപ്പ്. ചില കാര്യങ്ങൾ അങ്ങനെയല്ല, കാലത്തിനനുസരിച്ച് ദേശത്തിനനുസരിച്ച് മാറ്റം വരുത്തേണ്ടി വരും. ചില ആചാരങ്ങളൊക്കെ ആ കാലത്തിനും ദേശത്തിനനുസരിച്ച് മാറ്റം വരുത്തേണ്ടി വരുന്ന ആചാരങ്ങളെയാണ് എന്ത് പറയാം? സ്മൃതി എന്ന് പറയാം. അപ്പം നമുക്കുള്ള ഗുണം എന്താ അറിയോ? നമുക്ക് തന്നെ അറിയാം നമ്മളുടെ പറഞ്ഞ ഗ്രന്ഥങ്ങളിൽ ഈ കാലത്തേക്ക് പറ്റാത്ത കാര്യങ്ങളുണ്ട്, പറ്റുന്ന കാര്യങ്ങളുണ്ടെന്ന്. അപ്പം നമ്മളൊരു ഭാഗവതം ഇരുന്നിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് കുഴപ്പമൊന്നുമില്ല, അത് നമ്മൾ കേൾക്കാൻ പോണില്ല. പക്ഷെ എന്താ കുഴപ്പമെന്ന് നമുക്ക് വേണ്ടത് നമ്മൾ പലപ്പോഴും ഇതുപോലെ ഉപേക്ഷിക്കാറുണ്ട്. ആ കുഴപ്പം നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കേണ്ട ചില കാര്യം കൂടി ഇതേപോലെ തള്ളിക്കളയാറുണ്ട് എന്നാണ് കുഴപ്പമുള്ളത്. അത് വലിയ കുഴപ്പം തന്നെയാണ്. ഭാരതീയ ധർമ്മത്തെക്കുറിച്ച് നമ്മൾ ഉച്ചൈസ്തരം ഘോരഘോരം പ്രസംഗിക്കും. പക്ഷെ പലപ്പോഴും മറ്റുള്ള നാടുകളിലുള്ള പല ഗുണങ്ങളും ഇവിടെ ഉണ്ടാവില്ല. അതാണ് ഇതിൻ്റെ കുഴപ്പം. നമ്മൾ വേണ്ടാത്തത് കൂടി, വേണ്ടത് സ്വീകരിക്കേണ്ട ഇടത്ത് വേണ്ടാത്തത് കൂടി സ്വീകരിക്കാനും തുടങ്ങി, വേണ്ടത് പലപ്പോഴും വിട്ടുകളയാനും തുടങ്ങി. അതാണ് കുഴപ്പമുണ്ടായത്. അതൊന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വേണ്ടത് ദേശകാലങ്ങൾക്കനുസരിച്ച് ഉപേക്ഷിക്കേണ്ടത് മാത്രം ഉപേക്ഷിച്ചുകൊണ്ട് വേണ്ടത് ഉറപ്പിച്ച് സ്വീകരിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ഇതിനപ്പുറത്ത് വേറൊന്നുമില്ല. ഇങ്ങനെ ഒരു മഹത്വമാണ് നമ്മുടെ സനാതനധർമ്മത്തിനുള്ളത്. മറ്റുള്ളവർക്ക് ആ പുസ്തകം, ഞാൻ പഠിക്കുന്ന പുസ്തകം ഇതിലെ ഏതു വരിയും ശരിയാണ്, ഒരു 500 അല്ലെങ്കിൽ 1000 കൊല്ലം മുമ്പ് പറഞ്ഞത് ഇപ്പോഴും ശരിയാന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ശരിയാവോ? അത് അന്നത്തെ കാലത്തുള്ള പല ആചാരങ്ങളും ഇന്ന് പറ്റുമോ? ഇല്ല. ഇത് തിരിച്ചറിയാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ് മഹത്വം എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ നമ്മളെ എന്ത് ഉണ്ടാവും, 1000 കൊല്ലം മുമ്പിലേക്ക് ഇങ്ങനെ പിന്നാകം നടക്കേണ്ടി വരും. അന്നത്തെ നല്ല കാര്യങ്ങൾ എടുക്കാം. അതൊക്കെ കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം കാളിദാസനെ പോലുള്ള കവികളടക്കം പറഞ്ഞത് അതാണ്. വേദങ്ങൾ, അത് കഴിഞ്ഞിട്ട് പുരാണങ്ങൾ, അത് കഴിഞ്ഞ് കാവ്യങ്ങളിൽ പോലും കാളിദാസൻ എന്താ പറഞ്ഞത്? പണ്ടുണ്ടായതാണെങ്കിൽ എന്നാ സാധുവാദം, പുരാണമിത്യേവെന്ന സാധുവേദം. പണ്ടുണ്ടായത് പറഞ്ഞ കേമാന്ന് വിചാരിക്കേണ്ടെന്ന്. പണ്ടുണ്ടായത് മുഴുവൻ കേമൊന്നല്ലാന്ന്. പണ്ടുള്ള കാര്യങ്ങളിൽ പണ്ടുള്ള ആൾക്കാർ ചെയ്ത അബദ്ധങ്ങള് പലതുണ്ടാവാം. പുതിയ ആൾക്കാരാന്ന് വിചാരിച്ചുകൊണ്ട് അവർ മുഴുവൻ തെറ്റാണോ? അല്ല. പുതിയ ആൾക്കാർ പറയുന്ന നല്ല കാര്യങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാവണം. നമ്മുടെ പേരക്കുട്ടികളായിക്കോട്ടെ, അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ
അംഗീകരിക്കണം. നമ്മൾ ചെയ്ത തെറ്റാണെങ്കിൽ അംഗീകരിക്കും വേണം. ഇതാര് പറഞ്ഞു? വർഷങ്ങൾക്ക് മുൻപ് കാളിദാസൻ തന്നെ പറഞ്ഞു വെച്ച കാര്യമാണ്. ഇതാണ് നമ്മുടെ മഹത്വം. ഇത് കൃത്യമായിട്ട് ഇവിടെയും സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും ഞാൻ പണ്ട് വിചാരിച്ചു ഇതൊക്കെ അബദ്ധമാണെന്ന്. ഇപ്പം മനസ്സിലായി. എന്ത് ഭഗവാൻ എന്തിനാ സൃഷ്ടിക്കുന്നതെന്നൊക്കെ തോന്നിയായിരുന്നു. ഇപ്പം മനസ്സിലായി അതൊന്നുമല്ല. ഇത് അങ്ങനെയൊക്കെ ഈ പ്രശ്നങ്ങളില്ലായിരുന്നെങ്കിൽ, എന്തെങ്കിലുമൊക്കെ ജീവിത പ്രശ്നങ്ങൾ വരുമ്പോഴല്ലേ ആൾക്കാർ ഗുരുവായൂരപ്പനെ ഭജിക്കാനായിട്ട് വരുള്ളൂ, ഈ ദിവ്യമായ ആനന്ദം അനുഭവിക്കാനായിട്ട് കഴിയുള്ളൂ. അത് തന്നെ കഥം നോ ചേജ്ജീവ കഥം വാ മധുരതരമിതം ത്വദ്വപുഷ്ടിദ്രസാർദ്രം നേത്രൈ ശ്രോത്രൈശ്ച പീത്വാ പരമരസസുധാംഭോധിപൂരേ രമേരൻ. ഈ ദിവ്യമായ ഗുരുവായൂരപ്പനെ ഭജിക്കുന്ന ഈ പരമാനന്ദത്തിൽ നിന്ന് മുഴുകാനും ഭഗവാന്റെ കഥകൾ കേൾക്കുക, നാമസങ്കീർത്തനം ചെയ്യുക, അങ്ങനെ ചെവി കൊണ്ടും കണ്ണുകൊണ്ടും നാവ് കൊണ്ടും ഒക്കെ ഭഗവാനെ വാരി കുടിക്കാൻ, ഗുരുവായൂരപ്പനെ വാരി കുടിക്കാൻ ഇങ്ങനെ ഒരു ജീവിത പ്രശ്നം ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് കഴിയൂ എന്നാണ് അദ്ദേഹത്തിൻ്റെ കണക്ക് കൂട്ടല്. ഇത് തന്നെയാണ് ലോകത്തിലെ എന്തെങ്കിലുമൊക്കെ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് കുന്തിദേവി പറഞ്ഞില്ലേ, എന്താ പറഞ്ഞത്? ദുഃഖം തരൂ, എന്നാലാണ് ഭഗവാനെ വേണ്ട രീതിയിൽ ഭജിക്കാനായിട്ട് കഴിയുള്ളൂ എന്ന്. ജീവിത പ്രശ്നങ്ങളുമായിട്ട് വട്ടം തിരിയുമ്പോഴാണ് വേണ്ട രീതിയിൽ ഭഗവാനെ ഇങ്ങനെ വാരിയെടുക്കാൻ കഴിയുക. ഞാനും ഈ വാതരോഗം കൊണ്ടാണ് ഇവിടെ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് ഓടി വരാനും വേണ്ട രീതിയിൽ ഭഗവാനെ വാരിയെടുക്കാനും എനിക്ക് സാധിച്ചത്. ആ ഗുരുവായൂരപ്പനെ തൊഴാൻ, അല്ലെങ്കിൽ ഭഗവാന്റെ കഥകൾ കേൾക്കാൻ, നാമം ജപിക്കാൻ, ഭഗവാനെക്കുറിച്ച് വേണ്ട രീതിയിൽ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു സ്തോത്ര കാവ്യം രചിക്കാനും കഴിഞ്ഞത് അതുകൊണ്ട് മാത്രമാണ് എന്നൊക്കെ ഇതാ പ്രഖ്യാപിക്കുന്നു. ഇങ്ങനെ ആശ്രയിക്കുന്ന നമ്രാണാം സന്നിധൽസേ, നമസ്കരിക്കുന്നവർക്ക് എല്ലാം വാരി വിതർന്ന, ബാക്കിയുള്ള ദേവന്മാരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ തരും, ചോദിക്കുന്നത് തരും. ചോദിക്കുന്നത് മാത്രമല്ല, വേണ്ടതാ ഭഗവാൻ നൽകുക. ചോദിക്കതും ചോദിക്കാത്തതും എല്ലാം എന്തിന്? പരമാനന്ദ സാന്ദ്രാംഗതിഞ്ച കാമാൻ അജസ്ത്രം വിതരതി എന്ന് മാത്രമല്ല, ആഗ്രഹങ്ങളെ, ചോദിക്കുന്ന ആഗ്രഹങ്ങളെ മുഴുവൻ, കാമങ്ങളെ മുഴുവൻ വാരി വിതറുന്ന പ്രഭുവാണ് ഗുരുവായൂരപ്പൻ എന്ന് മാത്രമല്ല, അവസാനം ആ പരമാനന്ദം, ആ മുക്തി പോലും നൽകി ഇങ്ങനെ എല്ലാം നൽകുന്ന ഒരു പാരിജാതം, എല്ലാം നൽകുന്ന ഒരു പാരിജാത വൃക്ഷം തന്നെയാണ് ഗുരുവായൂരപ്പൻ. ഇങ്ങനെയുള്ള ഒരു ഗുരുവായൂരപ്പൻ, ഇങ്ങനെ ഒരു ഭഗവാൻ, ഇങ്ങനെ ഒരു നാരായണീയം, ഇങ്ങനൊരു ഭാഗവതം, ഇങ്ങനെയൊക്കെ ഭഗവാനെ ഭജിക്കാനുള്ള സന്ദർഭം മുമ്പിലുണ്ടായിട്ട് നിസ്സാരമായിട്ടുള്ള വിഷയങ്ങളുടെ പിന്നാലെ പോകുകയാണെങ്കിൽ കഷ്ടം കഷ്ടം എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇങ്ങനെ ഒരു കൽപ്പവൃക്ഷം ഉണ്ടാകുന്ന സമയത്ത് ഇന്ദ്രന്റെ കൽപ്പവൃക്ഷത്തിലേക്ക് പോകേണ്ട കാര്യമുണ്ടോ എന്നാണ് അവിടെ ചോദിക്കുന്നത്. എന്നാൽ നമുക്കങ്ങനെയില്ല. നമ്മളാരെങ്കിലും ഇന്ദ്രന്റെ കൽപ്പവൃക്ഷം തേടി പോവുക അതുപോലും ഇല്ല. നമ്മളാണെങ്കിൽ ഇവിടെ ചെറിയ ചെറിയ കൽപ്പവൃക്ഷത്തിന് പിന്നാലെ പോകുന്നുള്ളൂ. കൽപ്പവൃക്ഷം പോലും ഇല്ല, മാങ്ങ പോലും ഇല്ലാത്ത മാവിന്റെ പിന്നാലെ ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത്. മേൽപ്പത്തൂര് പറഞ്ഞത് എന്താ? ഇന്ദ്രന്റെ കൽപ്പവൃക്ഷത്തിന്റെ എന്ന് പറഞ്ഞാൽ യാഗത്തിന്റെ പിന്നാലെയോ കർമ്മകാണ്ഡങ്ങളുടെ പിന്നാലെ ആൾക്കാർ പോകുന്ന പറഞ്ഞുള്ളൂ. ഇത് അതുപോലും ഇല്ലാതെ കഴിഞ്ഞിരിക്കുന്നു. അന്നത്തെ കാലത്തൊക്കെ അങ്ങനെയാണ്. ബ്രാഹ്മണരുടെ ഇടയിലോ അല്ലെങ്കിൽ സജ്ജനങ്ങളുടെ ഇടയിലൊക്കെ യാഗങ്ങൾ, ഭാഗവതം കേൾക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഭാഗവതം വായിക്കുന്നില്ല, ഭാഗവതം കേൾക്കാൻ ആൾക്കാരില്ല, നാമം ജപിക്കാൻ ആൾക്കാരില്ല എന്ന് കുഴപ്പമുണ്ടായിരുന്നുള്ളൂ. എന്നാൽ യാഗം ചെയ്യാനൊക്കെ ആൾക്കാരുണ്ടായിരുന്നു അന്ന്. ഇന്ന് അതുപോലും ഇല്ലാതെ അത്രയും കഷ്ടകാലമായി കഴിഞ്ഞിരിക്കുന്നു എന്നർത്ഥം. ഇങ്ങനെ മറ്റുള്ള ഭക്തന്മാരൊക്കെ, മറ്റുള്ള ദേവന്മാരൊക്കെ കാരുണ്യമൂർത്തികളൊക്കെ ആയിരിക്കാം. അവർ ചോദിക്കുന്നതൊക്കെ തരും. പക്ഷേ ഗുരുവായൂരപ്പൻ ചോദിക്കുന്നതാണോ തരിക? പിന്നെന്താ തരിക? അല്ല, സ്വാത്മതസ്ത്വം. ഗുരുവായൂരപ്പനെ നമസ്കരിക്കുന്നവർക്ക് ഗുരുവായൂരപ്പൻ എന്താ തരിക? തന്നെ തരും എന്ന് പറഞ്ഞാൽ ഗുരുവായൂരപ്പനെ ഭജിക്കുന്നവൻ അവസാനം ഗുരുവായൂരപ്പനായിട്ട് മാറുന്നു. ഭഗവാൻ ആരാണ്? സാന്ദ്രാനന്ദാവബോധം. ആ പരമാനന്ദം നമുക്കും ആയിത്തീരാം. പരമാനന്ദ സ്വരൂപന്മാരായിട്ട് മാറാന്ന് ആ ഭഗവത് സാക്ഷാത്കാരം നമുക്ക് നേടാം.